എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. പറഞ്ഞപ്പോൾ തന്നെ ആദ്യം തന്നെ പറഞ്ഞു പോകാം. ശുഭാപ്തി വിശ്വാസം ശുഭചിന്തകളുടെ 2ാമത്തെ എഡിഷൻ റെഡി ആയിട്ടുണ്ട്. ഒരു 4-5 ദിവസത്തെ പുസ്തകം കിട്ടും. പുതിയ എഡിഷൻ കഴിഞ്ഞത് ഒന്നാമത്തെ മുഴുവനായി കഴിഞ്ഞു. 2ാമത്തെ എഡിഷൻ വേണ്ടവർ ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തോളുക. പക്ഷെ ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും പുതിയ പുസ്തകത്തിന്റെയാണ് എഡിഷൻ ഉള്ളത്. ശുഭാപ്തി വിശ്വാസത്തിനും ശുഭചിന്തകൾക്കും 2ാമത്തെ എഡിഷൻ ഒന്നുമില്ല, ഒറ്റ എഡിഷനേ ഉള്ളൂ കേട്ടോ. അതൊറ്റ എഡിഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ. എന്നും രാവിലെയും വൈകിട്ടും നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട ആ വാക്ക്. ഓക്കെ, താങ്ക് യു. റെക്കോർഡിംഗ് ആണ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾക്ക് ഇതിനു മുമ്പ് പറഞ്ഞു 5 മേഖലകളിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പക്ഷെ ഇത് എത്ര പറഞ്ഞിട്ടും ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പോകുന്ന ഒറ്റ മേഖലയിലേക്കാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒരു ക്ലാസ് ചെയ്തു, സമ്പത്തിന്റെ അല്ലാത്തൊരു ക്ലാസ് ചെയ്തു. വലിയ മൂവ്മെന്റ് ഒന്നും യൂട്യൂബിൽ ഉണ്ടായില്ല. ബന്ധങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ആർക്കും വലിയ കാര്യമൊന്നുമില്ല. കാരണം അതൊക്കെ നടക്കേണ്ട സാധനം, നമുക്ക് കാശ് മതി. അല്ലെങ്കിൽ കല്ലും ടവലും ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ കാശ് മാത്രം ഇടും. ഇനി ഞാനൊരു ഐഡിയ ചെയ്യാൻ പോവാണ്. ഇതേ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് പണമല്ലാതെ ബന്ധങ്ങളൊക്കെ എങ്ങനെ ആകർഷിക്കാന്നൊക്കെ പഠിപ്പിക്കാൻ പോവാം. അപ്പോഴാണ് കുറച്ചും കൂടി അത് എഫക്റ്റീവ് ആവുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആൾക്കാർക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ബന്ധങ്ങളിലോടോ അല്ലെങ്കിൽ ആരോഗ്യത്തോടൊന്നും വലിയ താല്പര്യമില്ല. കാരണം കാശ് ഉണ്ടാക്കണം, ഒന്നുകൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആയിട്ട് ഞാനും ക്ലാസ് എടുത്ത് പോകല്ലേ, അങ്ങനെയല്ലേ നമുക്ക് പറ്റുള്ളൂ അല്ലെ. ഏതായാലും നല്ല കാര്യങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്യുക. എപ്പോഴും നമ്മൾ ജീവിതത്തെ അടുത്ത തലങ്ങളിലേക്ക് ഉയർത്തുന്നതിനെ പറ്റി മാത്രം ആലോചിക്കുക. നിലവിലുള്ള തലത്തിൽ നിന്നും എത്ര തന്നെ ആയാലും അതിന്റെ അടുത്ത തലം എന്താണെന്ന് ഓരോ നിമിഷവും ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിൽ കൂടുതൽ പ്രാവീണ്യം നേടുക, അതിനെ കൂടുതൽ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോവുക. പക്ഷെ ഇവിടെ അധികം ആൾക്കാർ, ഇവിടെ നിന്നല്ല, പൊതുവെ ഇപ്പൊ കേരളത്തിൽ അടുത്ത അധികം ആൾക്കാരും അടുത്ത തലം എന്ന് ആലോചിക്കുന്നത് നേരെ ബാങ്കിലോ അല്ലെങ്കിൽ ബ്ലേഡ് കമ്പനിയിലോ ആധാരം എടുത്തിട്ടോ വീട് വിൽക്കാനോ ഉള്ളതാണ് അടുത്ത തലമായി ചിന്തിക്കുന്നത്. അവരോടുള്ള ഒരു അഭ്യർത്ഥന, ദയവ് ചെയ്ത് കാശ് കൊണ്ട് മാത്രമെല്ലാം നേടാൻ പറ്റും എന്നൊരു തോന്നരുത്. അത് വളരെ പൊതില്ലാത്ത ചിന്താഗതിയാണ്. നിങ്ങൾ ലോൺ എടുക്കുമ്പോഴോ മറ്റ് കാര്യങ്ങൾക്ക് അവിടുന്ന് ഇവിടുന്ന് തിരിമറി നടത്തുമ്പോഴൊക്കെ ആലോചിക്കുക, ജീവിതം തന്നെ അതിൽ പെട്ടുപോകും. അനുഭവങ്ങളാണ്. എന്നിട്ടും പഠിക്കുന്നില്ലെങ്കിൽ ദൈവം തമ്പുരാൻ പോലും ഗോഡ്സ് ഓൺ കൺട്രിയെ യെസ്, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ കാശ് തന്നെ വേണ്ടേ സാറേ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നിങ്ങൾക്ക് പോലും അറിയില്ല. ഹേ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന്. ഈ ക്ലാസ്സിൽ നിങ്ങൾ കാശ് തന്നിട്ടാണ് ജോയിൻ ചെയ്തതെങ്കിൽ അഡ്മിൻസ് അവരുടെ കാശ് ഇപ്പൊ തന്നെ തിരിച്ചയച്ചു കൊടുക്കുക. കാരണം അങ്ങനെ ഒരാളെ നമുക്കിവിടെ ആവശ്യമില്ല. നമ്മൾ കാശ് തന്നിട്ടല്ല ഈ ക്ലാസ്സുകൾ ആരെയും. ക്ലാസ് കിട്ടിയിരുന്ന് ജോയിൻ ചെയ്യുന്ന ക്ലാസ്സുകളുമുണ്ട്, ഇല്ലാത്തതുമുണ്ട്. ഞാൻ എല്ലാ ദിവസവും ക്ലാസ് നടത്തുന്നത് പൈസ തന്നവർക്കല്ല അധികവും. പൈസ തന്നവർക്ക് കുറച്ച് ക്ലാസ്സും പൈസ തരാത്തവർക്ക് കൂടുതൽ ക്ലാസ്സുമാണ് നടത്തുന്നത്. അപ്പൊ ഇന്ദുമോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ കാശ് തന്നിട്ടാണ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്, തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു കാര്യമില്ല. ഇഷ്ടം പോലെ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് എന്നറിയുക. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഏതാണോ ആവശ്യമുള്ളതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. കാശ് തന്നെയാണെങ്കിൽ നിങ്ങൾ കാശ് ഉണ്ടാക്കിക്കൊള്ളുന്നിട്ട് എത്ര കയ്യിലുണ്ട് എന്നൊന്നും കൂടി പേഴ്സ് ഒന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങൾ ഉണ്ടാക്കിയ കാശ് എത്ര നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ശ്രദ്ധിക്കുക. അവസാനം നോക്കുമ്പോൾ ബാങ്കിലെ കുറച്ച് ലോൺ മാത്രം ആവരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഇതൊക്കെയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഞാൻ പറഞ്ഞ സബ്ജക്ട് മാറിപ്പോകുന്നില്ല. വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും ഇന്നത്തെ ക്ലാസ് സ്വാഗതം ചെയ്യുകയാണ്. നാളെ പറഞ്ഞു തീർന്നു, 111 എന്ന നമ്പറും കൂടി കണ്ടു. ശുഭം ശുഭകരം അല്ലെ. നമ്മള് സംഖ്യാശാസ്ത്രം വെച്ച് വളരെ സന്തോഷപൂർവ്വം നമ്മൾ തുടങ്ങുകയാണ്. നോക്കൂ, ഇന്ന് ഞാൻ കുറെ നേരം വൈകിട്ട് നമ്മുടെ AK കുമാർ സാറുമായി സംസാരിക്കേണ്ട നമ്മുടെ ക്ലാസ്സിൽ വന്നിരിക്കുന്ന എന്റെ ഇപ്പോഴത്തെ അച്ഛന് ഏറ്റവും സീനിയർ എന്ന രീതിയിൽ മാത്രമല്ല, വെൽ എഡ്യൂക്കേറ്റഡ് ആയി വളരെ വർഷങ്ങളായി പ്രൊഫസറായി എല്ലാ കാര്യങ്ങളും ധനതത്വശാസ്ത്രം എക്കണോമിക്സിൽ തന്നെ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് വളരെ എന്താ പറയാ, എങ്ങനെ പറയാന്ന് എനിക്കറിയില്ല, അത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കൂടെ. ഞങ്ങൾ കുറെ നേരം ഇങ്ങനെ സംസാരിക്കേണ്ടത്. അപ്പോൾ ജീവിതത്തിന്റെ ഓരോ മാറ്റത്തെ പറ്റിയും ഓരോ അവസ്ഥയെ പറ്റിയൊക്കെ വിശദമായി സംസാരിക്കേണ്ട. ഇങ്ങനെയുള്ള ചില വ്യക്തികളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ അവരുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് അവർ ജീവിതത്തെ പാകപ്പെടുത്തിയതെന്നും, എന്നിട്ടും ചില സമയത്ത് ഭാഗ്യ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് പരസ്പരം ഉണ്ടാകുന്ന ചില ബന്ധങ്ങളിലൂടെ എങ്ങനെയാണ് ജീവിതത്തെ മാറ്റപ്പെടുത്തിയെടുക്കുന്നത്, ജീവിതത്തിൽ വലിയ എന്താ പറയുക അപ്രതീക്ഷിതമായ പല കാര്യങ്ങൾ സംഭവിക്കുന്നതൊക്കെ ഞങ്ങൾ
പറയാതെ പറഞ്ഞു പോയി. അതുപോലെ തന്നെ ഇന്നലെ സീനത്തിന്റെ കാര്യം പറഞ്ഞ പോലെ കുട്ടികൾ ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മെഡിറ്റേഷൻ ഇപ്പൊ നമ്മളിവിടെ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്ന ഹാപ്പിനെസ് മെഡിറ്റേഷൻ ടീച്ചർ അത് ചെറിയ കുഞ്ഞു കുട്ടികളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ എത്രത്തോളം മാറ്റം ഉണ്ടാക്കുമെന്ന് പരീക്ഷിക്കാനായിട്ട് എന്നോട് ചോദിച്ചിട്ട് അത് കുട്ടികൾക്ക് ആ അനുഭവം അവർക്ക് കൊടുക്കുകയും കുട്ടികളുടെ ആ നിഷ്കളങ്കമായ ഭാവത്തിൽ അവരതിനിരുന്ന് സ്വീകരിക്കുന്ന രീതിയൊക്കെ നമുക്ക് വല്ലാത്തൊരു അനുഭൂതി തോന്നി. അത് കാരണം അവരിലേക്ക് ഈ സംഭവം എത്തുകയും അവരിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഓരോ വീടുകൾക്കും ഇത് സാധ്യമാണ്. ഇപ്പൊ പല ആൾക്കാരും എന്നോട് പറഞ്ഞാണ് അമ്മ ക്ലാസ്സിൽ വന്ന സമയത്ത് അച്ഛനും വന്നു, മക്കളും വന്നു, അവരൊക്കെ കുടുംബത്തിൽ തന്നെ ഒരു കംപ്ലീറ്റ് എന്താ പറയാ, ഇന്നലെ മറ്റൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഞങ്ങളുടെ കുടുംബത്തിൽ സർവ്വം ഹാപ്പിനെസ് മാത്രമേ ഉള്ളൂ, കാരണം എന്നും ഇത് തന്നെയാണ് ചർച്ചയും, എപ്പോഴും സന്തോഷം മാത്രമേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ പല ഫാമിലീസ്, ഒരുപാട് ഫാമിലീസ് ഉണ്ട് യൂട്യൂബ് കാണുന്നതൊക്കെ. അപ്പോ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങളിൽ മാറ്റം ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ എന്റെ ജീവിതം, ഞാൻ ഈ എടുക്കുന്ന ഈ സമയം അല്ലെങ്കിൽ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് ധന്യമായി എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒപ്പുകയും താങ്ക് യു വെരി മച്ച്, താങ്ക് യു. കാരണം ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ പോസിറ്റീവായി നിലനിൽക്കേണ്ട ആവശ്യകതയെ പലവട്ടം പറയുമ്പോൾ നിങ്ങളൊക്കെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിക്കുന്നു, നിങ്ങളത് പകർന്നു കൊടുക്കാൻ തുടങ്ങുന്നു, അത് നിങ്ങളുടെ മുഖത്ത് പ്രതിഫലിപ്പിക്കുന്നു. ആൾക്കാർ നിങ്ങളോട് ചോദിക്കുന്നു എന്താണ് സംഭവിക്കുന്നത്, എവിടെയാണ് വന്നത്, എന്താണ് ഇതൊക്കെ ചോദിക്കുമ്പോൾ ആൾക്കാരിൽ മാറ്റം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് കാണും മറ്റുള്ള അതിശയകരമായി തോന്നുന്നു എന്ന് വെച്ചാൽ അവർ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് അവർക്ക് റിസൾട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായ കാര്യം. അപ്പോൾ വളരെ സന്തോഷപൂർവ്വം, വളരെ ഹാപ്പിയാണ് ഈ കാര്യത്തിലൊക്കെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഹാപ്പിനെസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാസ്സിന് ശേഷം അവസാന നിമിഷം ഷെയർ ചെയ്യാൻ അറിയിക്കുകയാണ്. കാരണം തയ്യാറായി നിൽക്കാൻ നിങ്ങൾക്ക് ഉണ്ട് എന്ന് എനിക്കറിയാം. കാരണം നാളെയും മറ്റന്നാളും നമുക്ക്, നാളെ യൂട്യൂബ് ലൈവാണ്, മറ്റന്നാൾ ഫേസ്ബുക്ക് ലൈവാണ്. അപ്പൊ എല്ലാവരും റെഡിയായി നിൽക്കുക ക്ലാസ്സിലേക്ക്, ലൈവിലേക്ക്. അപ്പൊ ഇന്ന് മാത്രമേ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനുള്ള സമയമുള്ളൂ. അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഇന്ന് എന്നെ കാണാൻ കുറച്ചും കൂടി കുട്ടപ്പനായിട്ടുണ്ടോ അല്ലെ? അത് തർക്കമില്ല, ഞാൻ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാ വന്നിട്ടോ കുറച്ച് നേരത്തെ. ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. എനിക്കും വേണ്ട ഒരു മോട്ടിവേഷൻ അല്ലേ. അപ്പോൾ ആദ്യത്തെ ക്യാപ്സൂൾ കഴിക്കാൻ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലെ. ക്യാപ്സൂൾ ഉണ്ട് എല്ലാവരുടെ കയ്യിലും. ഇപ്പൊ ക്യാപ്സൂൾ കഴിക്കുന്ന എല്ലാവരും കുറവാണ്, കുറച്ചതിന്റെ ഇതാണ് ഈ ഞാൻ കയറി വരുമ്പോ ഒക്കെ ഗുഡ് ഈവനിങ് ഒക്കെ കുറയുന്നത് അല്ലേ. ഇത് കുറച്ചും കൂടി ഇടക്കിടക്ക് തരേണ്ടി വരും. ഇന്നത്തെ ക്ലാസ്സിൽ ഇടക്കിടക്ക് തരാൻ മീൻസ് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ, ഇടക്കിടക്ക് ഈ ക്യാപ്സൂൾ കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ചിലർക്ക് എനർജി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരുമ്പോൾ ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് ഒക്കെ നല്ല ഗുഡ് ഈവനിങ് സൗണ്ടൊക്കെ വരണം, അപ്പോഴേ ഒരു പഞ്ചുള്ളൂ. ആ താങ്ക് യു. കുട്ടപ്പനല്ലടാ, ഞാൻ പൊന്നപ്പൻ തന്നെയാണ്. ഇതെല്ലാം എന്റെ ഭാര്യയുടെ പരിപാടിയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോ ശരി, അപ്പൊ ക്യാപ്സൂൾ പെട്ടെന്ന് കഴിക്കൂ, പെട്ടെന്ന് കഴിക്കൂ, പെട്ടെന്ന് കഴിക്കൂ. സമയമുള്ള വെള്ളം കൂടി കുടിച്ചോളൂ ക്യാപ്സൂളിന്റെ കൂടെ. ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന സബ്ജക്ട് എന്താണ്? അത് പറഞ്ഞപ്പോ ആദ്യം തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു പോകാം. നമ്മുടെ ഏറ്റവും പവർഫുള്ളായ, ഏറ്റവും റിസൾട്ട് ഓറിയന്റഡ് ആയ റിസൾട്ട് നൽകിയ ഒരു സംഭവം ഉണ്ടല്ലോ, ആ കോഴ്സിന്റെ പേരെന്താണ്? എല്ലാവർക്കും സർവർക്കും റിസൾട്ട് പങ്കെടുത്ത 90% ആൾക്കാർക്കും റിസൾട്ട് നൽകിയ കോഴ്സിന്റെ പേരെന്താണ്? ഏതോ ഒരു കളി പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ. യെസ്, പറഞ്ഞോളൂ, എല്ലാവരും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. അതറിയാത്തവരാരും ഇവിടെ ഹാപ്പിനെസ് മസ്റ്ററിയിൽ ഉണ്ടാവില്ല. യെസ് 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 90% ആൾക്കാർക്കും റിസൾട്ട് നൽകിയ, യെസ്, 2020. വീണ്ടും വരുന്നു 2020. അടുത്ത തിങ്കളാഴ്ച വൈകിട്ട് 10 മണിക്ക് നമ്മൾ വീണ്ടും 2020യുമായി വരുന്നു. വേണ്ടവർ ഇപ്പൊ തന്നെ ബന്ധപ്പെട്ടോളൂ. റിപ്പീറ്റ് ചെയ്തോളൂ. റിസൾട്ട് പക്ഷെ വരുന്നവരോട് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. വെറുതെ ഇവിടെ തന്നെ സമയം കളയണ്ട. ലക്ഷ്യമുള്ളവർ, നേടാൻ ആഗ്രഹമുള്ളവർ മാത്രം ഇങ്ങോട്ട് കയറി വന്നാൽ മതി. നേടിയിട്ട് അങ്ങ് പോയാൽ മതി. 90% ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്, അതിനാർക്കും കിട്ടാനില്ല, എല്ലാവർക്കും ലഭിക്കുന്നുള്ള. അപ്പൊ തിങ്കളാഴ്ചയാണ് 2020യുടെ പുതിയ സെഷൻസ് തുടങ്ങുന്നത്. കയറാനുള്ളവർ ഇത്രയും പെട്ടെന്ന് കയറിക്കോളൂ. ഫീസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫീസൊക്കെ എല്ലാവർക്കും അറിയാം. അഡ്മിൻ വേണമെന്ന് ഫീസ് എഴുതി കൊടുത്തോ, ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ, എല്ലാവർക്കും അറിയാം. അറിയാത്തവർ യൂട്യൂബ് കാണുന്നവർക്ക്, യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് വേണ്ടി പറയാണ്. അഡ്മിൻ നമ്പർ ഇവിടെ കൊടുക്കാം, വിളിച്ചോളൂ. 2020 മെഡിറ്റേഷൻ 3 ദിവസത്തെ മെഡിറ്റേഷൻ ആണ്. ധനലക്ഷ്മി മെഡിറ്റേഷൻ അല്ലെങ്കിൽ സമ്പത്തിനെ ആകർഷിക്കുന്ന മെഡിറ്റേഷൻ ആണ്. 3 പ്രക്രിയകളിലൂടെ കടന്നു പോകുന്ന 3 ദിവസത്തെ മെഡിറ്റേഷൻ. 20 മിനിറ്റ്, 20 മിനിറ്റ് ഒരു പരിപാടി, 20 മിനിറ്റ് അടുത്ത മെഡിറ്റേഷൻ, അങ്ങനെ അടുത്ത 20 മിനിറ്റ്, 20 മിനിറ്റുകൾ കണ്ടിന്യൂസ് ചെയ്യുന്ന 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സ്. അത് അത്രയും കൃത്യമായി പവർ നൽകാനുള്ള പ്രധാന കാരണം അതോടെ ധനലക്ഷ്മിയാണ് നമ്മൾ പ്രധാനമായി മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് യാതൊരു തർക്കവും ഇല്ല, ധനം വരിക തന്നെ ചെയ്യും അല്ലെ. ഏത് ഭാഷയിലായാലും, ഏത്
മതത്തിലായാലും ഏത് വിശ്വാസത്തിലായാലും ധനത്തിന് ഒന്നേ ഉള്ളൂ അല്ലെ, ധനം ഉണ്ട് എന്ന് തന്നെ. ആ ധനത്തിനെയാണ് നമ്മൾ ആകർഷിക്കുന്നത്. അപ്പോൾ അത് സംഭവിക്കാം. അപ്പൊ ധനം മാത്രം പറ്റുമോ എന്ന് ചോദിച്ചാൽ ധനം മാത്രമല്ല, നിങ്ങൾക്ക് എന്തുമാവാം. എല്ലാം ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ സമ്പത്ത് തന്നെയാണ്. അപ്പോൾ റെഡിയാണല്ലോ, ഹാപ്പി ആണല്ലോ. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്താണ്? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പിനെസ് നൽകുന്ന ക്ലാസ് ആണോ? നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ക്ലാസ് ആണോ എന്ന് പറഞ്ഞു നോക്കിയേ. ആണെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞു എല്ലാവരും ഈ 200 100 സംതിങ് ആൾക്കാരും മെമ്പേഴ്സ് ഉള്ളി അല്ലേ, എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയ സബ്ജക്റ്റ് ആണെങ്കിൽ മാത്രം നമുക്കിന്ന് ക്ലാസ് എടുത്താൽ മതി. അപ്പോൾ താല്പര്യമുള്ളവർ പറഞ്ഞു ഇതെന്താണ്, എവിടെയാണ് ഇന്നത്തെ പോയിന്റ്, എവിടെയാണ്? മെമ്പേഴ്സ് ഉള്ളി. യെസ്. അപ്രതീക്ഷിത ധനം ഇഷ്ടമാണോ? അപ്രതീക്ഷിത ധനം ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ്, ഇഷ്ടമാണടാ, എനിക്കിഷ്ടമാണടാ ടൈപ്പ് ചെയ്തോ. ഒട്ടും വൈകണ്ട. ഇഷ്ടമാണടി എന്ന് പറഞ്ഞു. നിങ്ങൾ എടാന്ന് പറയാൻ നിങ്ങൾക്ക് തൽക്കാലം ഇല്ലെങ്കിൽ ഇഷ്ടമാണടി എന്ന് പറഞ്ഞു. ഇഷ്ടമാണടാ എന്ന് പറയുന്നത് വേണ്ട, നിങ്ങൾ ഇഷ്ടമാണടി എന്ന് പറഞ്ഞു കേട്ടോ. ഇഷ്ടമാണ്, ഇഷ്ടമാണ്, നമ്മൾ ഇഷ്ടമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ അപ്രതീക്ഷിതമായി ധനം നമ്മളിൽ എത്തിക്കാം എന്ന് പഠിക്കാം. അപ്പൊ എന്താണ് മാർഗം? അപ്രതീക്ഷിതമായി ധനം കിട്ടാനുള്ള ഒരു മാർഗത്തെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്രതീക്ഷിതമായി ധനം ലഭിക്കാനുള്ള ഒരു മാർഗം നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റും. ഒന്ന് നോക്കട്ടെ, ഇവിടെ ആരെങ്കിലും അത്ര ഇന്റലിജന്റ് ആയ ആൾക്കാരുണ്ടോ? ജസ്റ്റ് കമന്റ്. ഇല്ല, ലോട്ടറി അപ്രതീക്ഷിതമായ ധനമല്ല. ലോട്ടറി എങ്ങനെ? ലോട്ടറി എടുത്താലേ പൈസ ലോട്ടറി അടിക്കുള്ളൂ. അപ്പൊ അപ്രതീക്ഷിതം എങ്ങനെയാവുക? യെസ്, കുമാർ സാർ ഒരെണ്ണം പറഞ്ഞു അപ്രതീക്ഷിതമായ ധനത്തിന് വലിയ ഏറ്റവും എളുപ്പമാർഗം. യെസ് യെസ്, പോരാ പോരാ പോരാ, നിങ്ങൾ വളരണം വളരണം. പറയുമ്പോൾ നമുക്ക് എൻഗേജ് ചെയ്യണം. വെറുതെ ഞാനിവിടെ പറഞ്ഞ കുറെ തിയറി ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈ പുസ്തകം എടുത്ത് വായിച്ചു പോയാൽ പോരെ? നിങ്ങൾക്ക് ഒരു പുസ്തകം മേടിച്ച് വായിച്ചാൽ പോരെ? അത് പറ്റില്ലല്ലോ, അത് പറ്റില്ല. അപ്രതീക്ഷിതമായ ധനം എന്താണ്, എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്ന് പറയണം. ആ റിംഗ് ടെക്നിക്ക് ഓർമ്മയുണ്ടല്ലേ? റിംഗ് ടെക്നിക്ക് ഓർമ്മയുണ്ട്. എല്ലാവരും മറന്നുപോയി എന്നാ ഞാൻ കരുതിയത്. റിംഗ് ടെക്നിക്ക് എത്ര പേര് കയ്യിൽ റിംഗ് ഉണ്ട് ഇപ്പൊ? അന്ന് ഇട്ട് വെച്ചത് എന്നിട്ട് ഇപ്പോഴും വരുന്നുണ്ട്. ഇന്ന് ആരൊക്കെയോ മിറാക്കിൾ ടവൽ ടെക്നിക്ക് അങ്ങ് പലിച്ചു സാറേ. കല്ല് പോയി. ടവൽ ടെക്നിക്ക് അങ്ങ് വലിച്ചു സാറേ, എല്ലാ ദിവസവും ലോട്ടറി അടിക്കുകയാണെന്ന് പറഞ്ഞു. അതുപോലെ പല ടെക്നിക്കുകൾ. ഞാൻ എന്റെ കയ്യിൽ കല്ല് ഇതേ പോകും. അതെന്താ ഇന്ന് പോകുന്ന? ആരാണ് ഈ കല്ലിനെ പിടിക്കുന്ന അവിടെ? കല്ല് കൈ പിടിക്കുന്ന, ഈ കല്ല് തെറിച്ചുകൊണ്ടിരിക്കുന്നത്. തൽക്കാലം ഞങ്ങൾ വെക്കുകയാണ്. ഓക്കെ, കല്ല് ഓക്കെ ഫൈൻ. ക്യാഷ് വരുന്നുണ്ട്, ക്യാഷ് ഇഷ്ടമാണ്. അപ്രതീക്ഷിതമായ ധനം നമ്മളിലേക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ല, വളരെ ക്ലിയർ ആണ്. അപ്രതീക്ഷിതമായ ധനം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷെ കുറച്ചും കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിതം എന്നതിനപ്പുറത്തേക്ക് ധനം നമ്മളിലേക്ക് ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനമായി. അപ്രതീക്ഷിതമായ ഒരു സംഭവം ലഭിക്കുന്നതിനാണോ താല്പര്യം, പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ലഭിക്കുന്നതിനാണോ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം? അതൊന്ന് നോക്കി. അപ്രതീക്ഷിതമായ ഒരു സംഭവം ലഭിക്കുന്നതാണോ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം, പ്രതീക്ഷിക്കുന്നത് ലഭിക്കാനാണോ? അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് ലഭിക്കാനല്ല അല്ലെ? അതിനല്ലേ കൂടുതൽ ഇഷ്ടമുള്ളത്. പ്രതീക്ഷിക്കുന്നത് നേരാവണ്ണം ലഭിച്ചാൽ മാത്രം മതിയല്ലോ. പ്രതീക്ഷിക്കുന്നത് അവിടെ ഇരിക്കട്ടെ എന്ന് പറയാം. പക്ഷെ നമ്മളെപ്പോഴും ഭാഷകൾ ഉപയോഗിക്കുമ്പോൾ, സാഹിത്യം അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ഭാഷകൾ ഉപയോഗിക്കും, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കും. അപ്പൊ എക്സ്പെക്ടിങ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ഞാൻ ഇന്ന് ഈ ഘടകത്തിൽ നിങ്ങൾക്ക് ഒരു 5 കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ടൂളും തരാം. എങ്ങനെയാണ് അപ്പോൾ ഈ അപ്രതീക്ഷിത ധനത്തെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എനിക്ക് വന്നല്ലോ അപ്രതീക്ഷിത ധനം. അപ്പൊ തന്നെ എന്റെ ഗൂഗിൾ പേയിൽ ഇപ്പൊ ആരാണ് പൈസ അയച്ചത്? ഇതേ വന്നു. താങ്ക് യു വെരി മച്ച്. ഞാൻ വിചാരിക്കാത്ത പണമാണത്. അപ്പൊ ഇപ്പൊ വന്നത് വേറൊന്നുമല്ല, ജേർണി ടു ഹാപ്പിനെസ് കോഴ്സിന് ആരോ പുതിയ ഒരാൾ ജോയിൻ ചെയ്തു. വെരി ഗുഡ്. അപ്പോ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആണെന്ന് ഓരോ ആളും കണക്ട് ചെയ്ത് നോക്കുക. വെറുതെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ മറ്റ് ചില കമന്റുകളിലേക്ക് പോകരുത്. ഇവിടെ തന്നെ എൻഗേജ് ആക്കണമെന്ന് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യണം. ഇത്രയും ആൾക്കാരെടുത്ത് നമ്മള് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഘടകത്തെ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. എല്ലാവർക്കും ധനം വേണമെന്ന്, ബാക്കി നിങ്ങൾ പറഞ്ഞേ, എല്ലാവർക്കും ധനം വേണമെന്ന് ടൈപ്പ് ചെയ്ത ബാക്കിയുള്ള പോയിന്റ്. എല്ലാവർക്കും ധനം വേണമെന്ന് എന്തുണ്ട്? യെസ്, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്, എവ്രി വൺസ് കറക്റ്റ്. ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ധനം വേണമെന്ന് ഓരോ ആൾക്കും ആഗ്രഹമുണ്ട്.
പക്ഷേ അതിനായി അവർ അതിനെ ആകർഷിക്കുന്ന വിധത്തിൽ ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ? പണം വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പണത്തെ ആകർഷിക്കാനുള്ള ചിന്തകൾ അവരുണ്ടാക്കുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളുണ്ടോ ഇല്ലയോ? കറക്റ്റ് പറയും. ആഗ്രഹമുണ്ട്, ഇതിനനുസരിച്ച ചിന്തകളുണ്ടോ? എവിടെയാണോ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ കൊണ്ടെത്തുന്നത്, അതാണ് നിങ്ങളിലേക്ക് വരിക എന്നാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ഫണ്ടമെന്റൽ നിയമം. അത് പറഞ്ഞപ്പോഴാണ് പറയാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ ജേർണി ടു ഹാപ്പിനെസ് പറ്റി പഠിച്ചു. ഇന്ന് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ കൂടി അറിയാം. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് നമ്മളുണ്ട്. 4 തരത്തിലുള്ള കോഴ്സുകളുണ്ട്. ഈ ചിന്തകളെ ഫോക്കസ് ചെയ്ത് ഇപ്പൊ ഈ കല്ലിന്റെ ടെക്നിക്കും ഇതൊക്കെ പറഞ്ഞത് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളാണ്. അതിന്റെ ഫുൾ കോഴ്സ് നമ്മളിലുണ്ട്. അതിന് ജോയിൻ ചെയ്ത് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. അത് വാട്സപ്പ് കോഴ്സ് ആയിട്ടുമുണ്ട്, ആപ്പിളിന്റെ ക്ലാസ് ആയിട്ടുമുണ്ട്, അതുപോലെ തന്നെ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട്, അഡ്വാൻസ് ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അങ്ങനെ വിവിധമായ തലങ്ങളിലുണ്ട്. ഇത് ആർക്കാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ വാക്ക് ഒന്നുകൂടി പറയാം. പക്ഷേ അതിനായി അവർ അതിനെ ആകർഷിക്കുന്ന വിധത്തിൽ ചിന്തിക്കുന്നില്ല എന്ന് കരുതുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ വരുന്നത്. ചിന്തകളെ എങ്ങനെ മാറ്റും, എങ്ങനെ മാറ്റി അതിലേക്ക് എത്തിക്കും എന്ന് പഠിപ്പിക്കുന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ യു ഗോ ഫോർ ജോയിൻ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്. അപ്പോൾ ചിലർക്ക് ആകസ്മികമായ സമ്പത്ത് ലഭിക്കുന്നതിനെ അവർ ഭാഗ്യം എന്ന് വിളിക്കും. മറ്റൊരു കൂട്ടർ അതിനെ ആകർഷണത്തിന്റെ ഫലമായി കാണുകയും ആകർഷണത്തിലൂടെ അത് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതിലേതാണ് നിങ്ങളുടെ പക്ഷം? നിങ്ങൾക്ക് ഭാഗ്യമായിട്ട് എടുക്കണോ അല്ല നിങ്ങൾക്ക് ആകർഷിച്ചെടുക്കണോ എന്നുള്ള തീരുമാനം നിങ്ങളുടെ. ഇവിടെയാണ് പ്രധാനമായിട്ട് ഇരിക്കുന്നത്. ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ചിന്തകളെ എവിടേക്ക് നമ്മൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നു, അത് നമ്മളിലേക്ക് ലഭിക്കുമെന്ന് പ്രപഞ്ച തത്വമാണ്. അതിൽ പ്രത്യേകിച്ച് ഭാഗ്യം എന്നൊന്നും നമ്മൾ വിളിക്കേണ്ട, നമുക്ക് ആകർഷിച്ചെടുക്കാം. ദാറ്റ് ഈസ് ഡിസേർവ് ഫോർ മീ. എനിക്കത് അർഹതയുണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചാൽ അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിന് തത്തുല്യമായ ഊർജ്ജം നമ്മൾ സൃഷ്ടിക്കുക. അത് ഊർജ്ജത്തിന്റെ തത്വങ്ങളൊന്നും ഇപ്പൊ പറയുന്നില്ല. ഊർജ്ജം തത്തുല്യം സൃഷ്ടിക്കുകയും അത് നമ്മളിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നാണ് ആകർഷണ നിയമത്തിന്റെ അടിസ്ഥാന തത്വം. അപ്പോൾ അപ്രതീക്ഷിതമായ ഒരു സമ്പത്തിനെ സ്വന്തമാക്കുന്നതിന് നമുക്ക് ആകർഷണ നിയമം തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ അപ്രതീക്ഷിതം എന്നതിനെ മാറ്റി നമുക്ക് പ്രതീക്ഷിതമാക്കി മാറ്റിയാൽ. എന്റെ ഭാഗത്ത് സൗണ്ട് മുറിഞ്ഞു പോകുന്നൊന്നുമില്ല, ക്ലിയർ ആണ്. അപ്രതീക്ഷിതം എന്നതിനെ നമുക്ക് പ്രതീക്ഷിത രൂപത്തിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതിനെ നമുക്ക് സുഖമായിട്ട് നമുക്ക് വേണ്ടത് മാത്രം മതിയല്ലോ. മറ്റതിലേക്ക് എന്തിനാ നമ്മൾ വെറുതെ കിട്ടുമോ ഇല്ലയോ നിൽക്കണ്ട. നമുക്ക് കിട്ടും എന്ന മൂഡിലേക്ക് പോയി കഴിഞ്ഞാലോ, നമുക്ക് 2 സൈഡിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടതിനെ നമുക്ക് ആകർഷിച്ചെടുക്കാൻ 5 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് പറഞ്ഞപ്പോഴേ 5 കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ 10 സീക്രട്സ് ഓഫ് മണി എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് കോഴ്സ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പണത്തിന്റെ 10 രഹസ്യങ്ങൾ. ഇത് ഈ പണത്തിന്റെ ഈ 10 രഹസ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പണം നമ്മളിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല, എങ്ങനെ വരുത്താമെന്ന് സുഖമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ കോഴ്സ് ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾക്ക് ആൾക്കാർക്ക് വേണ്ട അഡ്മിനെ വിളിക്കുക, കോഴ്സിന് ഡീറ്റെയിൽസ് ചോദിക്കുക, അവർ പറയും. അല്ലെങ്കിൽ അടുത്ത ദിവസം അതിനെപ്പറ്റി തന്നെ ഒരു ക്ലാസ് എടുക്കാം അവിടെ. ഇന്നിപ്പോ ഞാൻ പറയുന്നു, കാരണം ഇന്നത്തെ ക്ലാസ്സിന്റെ ഇടയിൽ പറയാൻ പറ്റും. ഇങ്ങനെ ക്ലാസ് ഉണ്ട്, അത് വാട്സപ്പ് ക്ലാസ് ആണ്. അതിൽ പണത്തിന്റെ രഹസ്യങ്ങൾ മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ താക്കോല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തുറക്കും. അപ്പൊ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലായാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പറ്റും. പക്ഷെ അതിനു മുമ്പ് ഈ 5 തത്വങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ തത്വങ്ങൾ മാത്രമേ എന്ന് പറയുള്ളൂ. തത്വങ്ങൾ മാത്രം പറഞ്ഞു പോവാ. എക്സ്പ്ലനേഷൻ പോരെ. അറിയൊക്കെ എവരിബഡി. ഫീസ് അധികമൊന്നും ആവില്ല. പണമല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത് രമണിയമ്മ. പിന്നെ നിങ്ങൾക്ക് ഫീസ് കൊടുക്കുന്നതിന് എന്താ? പണം കിട്ടുമ്പോൾ നിങ്ങൾ പണം കൊടുക്കൂ. ഫീസ് അധികമാവില്ലേ എന്ന് വെച്ചാൽ ഫീസ് അധികമാണെങ്കിൽ നിങ്ങൾക്ക് പൈസയും കുറച്ചേ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ തീരുമാനിക്കാതാ വേണ്ടത്. നിങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ. കുറെ പൈസ വേണമെങ്കിൽ കുറെ പൈസ കൊടുത്ത് പഠിക്കുക, കുറച്ച് പൈസ വേണമെങ്കിൽ കുറച്ച് പഠിക്കുക. എളുപ്പമാണ്. ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് എന്റെ ക്ലാസ് എന്റെ സംസാരം ഇതാക്കല്ലോ കേട്ടോ. പണം അധികം. ഇവിടത്തെ പണത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ ചോദിക്കുകയാണ് അതിന് പണം കൂടില്ലേ, അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യും? അപ്പൊ പിന്നെ നിനക്ക് പിന്നെ എങ്ങനെ പണം വരും? ഓക്കെ, ശരി. ഈ മൈൻഡ് സെറ്റിനാണ് കാണിച്ചത് കേട്ടോ. അങ്ങനെ മൈൻഡ് സെറ്റ് ആക്കരുത്, മാറ്റണം. ഒന്നും മിണ്ടാതിരുന്നാൽ മതി. നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റും, നിങ്ങൾക്ക് ആ പൈസ ആണെങ്കിൽ പോയാൽ മതിയല്ലോ. പക്ഷെ അതിന് മുമ്പേ നിങ്ങൾ ഈ ചൂണ്ട എറിയുന്നതിന് മുമ്പേ മീൻ അവിടെ ഇല്ലല്ലോ എന്ന് പറയുന്ന അവസ്ഥയായിപ്പോയല്ലോ. അത് വേണ്ട. ഓക്കെ, ശരി. അപ്പോ ഇതെന്താന്ന് വെച്ചാൽ അതെല്ലാം ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞ 5 തത്വങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പണം, സമ്പത്ത് ഒരു വാക്ക്
ഇത് ശരിക്കും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ഇത് സ്വീകരിക്കുന്ന മൂഡിലാണോ? പണം വേണമെന്ന് ആഗ്രഹമുണ്ട്, അതിനെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് തയ്യാറായിട്ടുണ്ടോ? മനസ്സിനെ സ്വീകരണ മൂഡിൽ ആക്കുക, റിസീവിംഗ് മൂഡിൽ ആക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രക്രിയ. പണം അല്ലെങ്കിൽ ധനം കൈവന്നാലും ചിലർ അത് സ്വീകരിക്കാൻ മനസ്സ് കാണിക്കാത്ത എത്ര ആൾക്കാർ ഇവിടെ ഉണ്ടാവും നിങ്ങൾക്കറിയാം. എന്ന് വെച്ചാൽ പണമുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും, അല്ലെങ്കിൽ എനിക്ക് ലഭിക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും അതിനെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ടോ ഇല്ലയോ? നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത്, അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ ഇല്ലയോ? ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇല്ല സാറേ എന്ത് കിട്ടിയാലും വാങ്ങിക്കും. 2-3 ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഞാൻ അവർ പറയും, ഇല്ല അങ്ങനെ എനിക്ക് പണമില്ല എന്ന് തോന്നും. പണം ഉണ്ട് എന്ന്, ഇല്ല എന്ന് പറയുന്ന എത്ര പേരുണ്ട്, ഉണ്ട് എന്ന് പറയുന്നത്. പങ്കുവെക്കാനൊക്കെ തയ്യാറായാലൊക്കെ മതി. പങ്കുവെക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇതൊക്കെ പറയാൻ പറ്റും. പണം വരുന്നുണ്ട് എന്ന് കരുതിയാലും അത് സ്വീകരിക്കാൻ തയ്യാറാവാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. ഇല്ല എന്ന് പറയുന്നവർ നിങ്ങൾ കണ്ണടച്ചിരിക്കുകയാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ നിലവിൽ കുമാർ സാർ ഒരു ഫിലിം ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യാണ്. രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 8 മണി വരെ ജോലി ചെയ്യുന്നു എന്ന് കരുതുന്നു. ഇപ്പോൾ അവർക്ക് 50,000 രൂപ പ്രതിമാസം അതിനുള്ള വരുമാനം ഉണ്ടാകും. ഞാൻ സാറിനോട് ബന്ധപ്പെട്ട് പറയാണ്, സാറേ ഒരു കാര്യം ചെയ്യൂ, സാറ് ഇപ്പൊ 6 മണി തൊട്ട് 8 മണി വരെ അല്ലേ ജോലി ചെയ്യുന്നുള്ളൂ, സാറിന് ഞാനൊരു 20,000 രൂപ കൂടുതൽ തരാം. സാറേ 6 മണിക്ക് ശേഷം അല്ലെങ്കിൽ രാത്രി വൈകിട്ട് 8 മണിക്കുള്ള ജോലി കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി 2 മണിക്കൂർ ജോലി ചെയ്യണം, എക്സ്ട്രാ ജോലി ചെയ്യണം, സാറിന് 20,000 രൂപ ഞാൻ തരാം. എത്ര പേര് ഇവിടെ തയ്യാറാവും? ഞാൻ വളരെ ലളിതമായി ഇതെല്ലാം ഉദ്ദേശിച്ചത്, ഇത് പ്രത്യക്ഷത്തിലുള്ള ഒരു കാര്യമാണ്. വേറെ ഒരുപാട് കാര്യങ്ങൾ മെന്റലി പറയാൻ പറ്റും. ഇത് പ്രത്യക്ഷിതമായ ഒരു കാര്യമാണ്. എത്ര പേര് ചെയ്യാൻ തയ്യാറാവും? ഉണ്ടാവില്ല. നിങ്ങൾ 90% ആൾക്കാരും തയ്യാറാവും. ആണെങ്കിൽ ഇത് പറയാനേ ഉള്ളൂ, പറയുന്നത് മാത്രമേ ഉള്ളൂ. ആണെങ്കിൽ നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ 100 വഴികൾ ഇന്ന് ഇവിടെ ഉണ്ട്. ചെയ്യാൻ സാധിക്കില്ല. അവിടെ തന്നെ ടയർഡ് ആവും. പറഞ്ഞോ, നിങ്ങൾ ടൈപ്പ് ചെയ്തോ, എല്ലാവരും എസ് എന്ന് ടൈപ്പ് ചെയ്തോ. എന്നിട്ട് ഞാൻ നാളെ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാർട്ട് ടൈം വർക്കിന്റെ ഒരു കോള്, നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് നടത്താം. എത്ര പേര് പാർട്ട് ടൈം വർക്കിന് റെഡി ആയിട്ട് വരുന്നു ഞാൻ നോക്കി പറയാം. കാശ് മേടിക്കാനുണ്ടാവും, വർക്ക് ചെയ്യാനുണ്ടാവും. പല വിഷയങ്ങൾ പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോകും. നിങ്ങൾ ആര് എസ് ടൈപ്പ് ചെയ്തോ ഇവരെല്ലാവരുടെയും നിങ്ങൾ ഇരുന്ന് നോക്കുക, 99% ആൾക്കാർക്ക് സാധിക്കും. രൂപ കിട്ടിയത് കൊണ്ടൊന്നും ചെയ്യില്ല മാം, നിങ്ങൾക്ക് ആർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് റെഡി എന്ന് പറയാം. ഇപ്പൊ തന്നെ 3 ജോബ് ഉണ്ട്. എന്നിട്ടോ നോക്കൂ, ഇത് ഞാനതിന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇതെല്ലാം നിങ്ങൾക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളിപ്പോ ഒരാള് മിനിയാന്ന് എനിക്ക് അയച്ച മെസ്സേജ്, ഞാൻ പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുവന്നു ക്ലാസ്. ജോലി വേണം, ആത്മാർത്ഥമായി ജോലി വേണമെങ്കിൽ റോഷ്നി യു കോൾ മീ, ഐ വിൽ ഗിവ് യു ജോബ് ഫോർ യു, നോ പ്രോബ്ലം. ഇഷ്ടം പോലെ ജോലികളുണ്ട്. ഇതൊന്നും നോക്കാതെയാണ് നിങ്ങൾ പോയി വട്ടത്തിലുള്ള ഏതെങ്കിലുമൊക്കെ പോയി ഇട്ട് വീഴുന്ന പരിപാടികളാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല, മാനസികമായി ആൾക്കാർ തയ്യാറായാലും അവർക്കത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും ടെസ്റ്റ് ടൈപ്പ് ചെയ്തോളൂ, ആരും തർക്കമില്ല. ഞാൻ എടുത്തിട്ട് 2 ജോലി നിങ്ങൾക്ക് പറഞ്ഞാൽ ഇതെല്ലാം പല റീസൺ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പോകും. ഞാൻ പല യൂട്യൂബിലും ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല ആൾക്കാർ എന്താ പറയാ, വർക്ക് അറ്റ് ഹോം ജോലി കൊടുത്തിട്ട് 90% ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാതെ റിട്ടേൺ ആയ കേസുകളാണ് ഇന്ന് കേരളത്തിൽ സ്റ്റഡീസ് റിപ്പോർട്ട് പറയുന്നത്. കേരളം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. സ്റ്റഡീസ് റിപ്പോർട്ട് പറയുന്നു പലർക്കും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്കിത് പറയാൻ തോന്നുന്നു, എനിക്ക് സമയമുണ്ടല്ലോ എന്നൊക്കെ. ഇപ്പോൾ ഈ സമയത്ത് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, രണ്ടാമത്, അപ്പൊ മനസ്സിനെ സ്വീകരണ മൂഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. നമ്മുടെ ചിന്തയെ പണം എത്തിക്കാനുള്ള വഴിയാക്കി മാറ്റണമെങ്കിൽ എന്ത് പറയണം? നമ്മൾ ഒരു വാക്കൊന്ന് പറഞ്ഞ്, നമ്മുടെ മനസ്സിനെ സ്വീകരണ മൂഡിലേക്ക് നിതാന്തമായി നിർത്താനായിട്ട് നമ്മൾ പറയേണ്ട ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞു നോക്കിയേ. സ്ഥിരമായി നിങ്ങളോട് നിത്യ ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഞാൻ. നോക്കട്ടെ, ഇത്രയും ദിവസം രാവിലെയും വൈകിട്ടും ഞാൻ പല പല യൂട്യൂബ് വീഡിയോകളും പല രാവിലത്തെ മെഡിറ്റേഷനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ്. നന്ദിയൊന്നും അല്ല, നന്ദിയൊക്കെ ആവശ്യമാണ്. യെസ് സീനത്ത് പറഞ്ഞത് കറക്റ്റ്. വൺസ് അഗൈൻ പോട്ടെ, ബാക്കിയുള്ള അഫ്രിമേഷൻസ്.
പണത്തിനായുള്ള അഫ്രിമേഷൻ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പൊ ഞാൻ റെഡിയിൽ പണം വരില്ല. ഞാൻ സമ്പന്നനാണ് എന്ന് പറയാൻ പറ്റണം. എത്ര പേർക്ക് അത് പറ്റും? ഇവിടെ എത്ര പേര് ഞാൻ സമ്പന്നനാണെന്ന് പറയും? ഏത് ഉറക്കത്തെ വിളിച്ചാൽ ഹലോ ഹൗ ആർ യു, ഞാൻ ഹെൽത്തി, ഐ എം വെൽത്തി എന്ന് പറയാൻ പറ്റുന്ന മാനസികാവസ്ഥകൾ എത്ര പേരുണ്ട്? മനസ്സിനെ സ്വീകരണ മൂഡിലാക്കണമെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് പറയാൻ പറ്റണം. ഓട്ടോമാറ്റിക് ആയിട്ട് പറയാൻ പറ്റും. അല്ലാതെ പർപ്പസിൽ രാവിലെ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ പറഞ്ഞുകൊണ്ടില്ല. ഓട്ടോമാറ്റിക് നമുക്കത് പറയാൻ പറ്റണം. അഫ്രിമേഷൻ, അതായത് ആ മൂഡിലേക്ക് ആണെങ്കിൽ പിന്നെ വന്നുകൊണ്ടേയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാണ്. രണ്ടാമത്തെ പോയിന്റ്, പണം നേടാനുള്ള വഴികൾ തുറക്കുക എന്ന് പറയും. ധനം ഒരിക്കലും വെറുതെ കിട്ടുന്ന സംഭവമേ അല്ല. എന്താണ് പണത്തിന്റെ ഇക്വേഷൻ? പണത്തിന്റെ ഇക്വേഷൻ എന്താണ്? എല്ലാവരും ടൈപ്പ് ചെയ്ത്. വാട്ട് ഈസ് മണി ഇക്വേഷൻ? മണി വെറുതെ വരുമോ? മണി വിൽ കം ഒൺലി ഇൻ, ഏതോ ഒരു സാധനം മാച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് പണം വരുന്നത്. പോരട്ടെ. ഇതൊക്കെ പഠിപ്പിച്ച പിള്ളേർ, നല്ല സ്മാർട്ട് പിള്ളേരെ കൊണ്ട് പോരാ. ഒരു സാധനം കൊണ്ട് മാത്രം പണം വരില്ല. രണ്ട് സാധനങ്ങൾ കൂട്ടി യോജിക്കുമ്പോൾ മാത്രമേ പണം വരൂ. H2O, ഹൈഡ്രജനും ഓക്സിജൻ ചേർന്ന വെള്ളം ഉണ്ടാവും. എന്നാ പിന്നെ കുറച്ച് ഹൈഡ്രജൻ ഒരു പാക്കറ്റിലും കുറച്ച് ഓക്സിജൻ ഒരു പാക്കറ്റിലും വെള്ളമാവോ വെച്ചാൽ ഇല്ല. യെസ്, പോരാ. യെസ്, ലളിതാ മോഹൻ, ശ്രീജ, യെസ്, അശ, യെസ്. ഇപ്പൊ ഒന്ന് ബാക്കിയെല്ലാം മറന്നുപോയി ഇടയ്ക്ക്. ഇതെപ്പോഴും ഈ മൂഡിൽ തന്നെ ഇരിക്കുന്നത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം. ഏത് സമയത്തായാലും ഓർമ്മയിൽ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ. പണം നേടാനുള്ള വഴികൾക്ക് വരുമ്പോ എനർജി പ്ലസ് ടൈം അവിടെ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? സഖാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഓർമ്മയിൽ എപ്പോഴും ഊർജത്തെ പറ്റിയും സമയത്തെ പറ്റിയും സദാ റെസ്പെക്റ്റഡ്. വെറുതെ തമാശക്ക് പറഞ്ഞാണ്, ഒരു ഇതുണ്ടാക്കാനാണ്, ഗോളം ഉണ്ടാക്കാൻ പറഞ്ഞാണ്. എനർജിയും സമയവും ഉണ്ടാവണം. ഇത് ഇല്ലാത്തിടത്തോളം കാലം പണം ഇങ്ങനെ സൃഷ്ടിച്ചെടുക്കുന്ന സാധനമേ അല്ല. നമ്മളുടെ സാമ്പത്തിക വളർച്ചക്കായി അത് ചെയ്യുക തന്നെ വേണം. അതിന് എനർജി കൊടുക്കണം, സമയം കൊടുക്കണം. എനർജി കൂടുതൽ കൊടുത്താൽ സമയം കുറച്ചു കൊടുത്താൽ, സമയം കൂടുതൽ കൊടുത്താൽ എനർജി കൂടുതൽ കൊടുക്കുക. നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുന്നത്? ഞാൻ 2 ഓപ്ഷൻ നിങ്ങളിൽ തരാം. പൈസ ഉണ്ടാക്കാനായിട്ട് 2 ഓപ്ഷൻസ് തരാം. 2 മാർഗങ്ങൾ തരാം. 2 മാർഗങ്ങൾ നിങ്ങൾ ഏത് പറയുക? ഒന്നാമത്തെ മാർഗം, കുറച്ച് എനർജിയും കൂടുതൽ സമയവും. രണ്ടാമത്തത്, കൂടുതൽ എനർജിയും കുറച്ച് സമയവും. ഇതിലേതാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഒന്നാമത്തെ ആണോ രണ്ടാമത്തെ ആണോ? കുറച്ച് എനർജിയും കൂടുതൽ സമയവും, കുറെ എനർജിയും കൂടുതൽ സമയവും. രണ്ടാമത്തതേ എല്ലാവരും ചൂസ് ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം നമ്മളിൽ ഇല്ലാത്തൊരു സാധനം. മൂന്നോ? അതേതാപ്പോ? നമ്മളിൽ ഇല്ലാത്തൊരു സാധനത്തിന്റെ പേരെന്താണ്? പണമല്ലാതെ വേറെ സാധനം നമ്മളിൽ നമ്മളിലില്ലല്ലോ. എനർജി ഇല്ല, വയ്യ. അവരങ്ങനെ ചെയ്തു, ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്തിട്ട്. എനർജി എല്ലാവർക്കും ഉണ്ടോ? എനർജിയാണ് നമ്മളില്ലാത്ത. ടൈം ഉണ്ട് സാറേ, എനർജിയാണ് ഇല്ലാത്ത അല്ലെ? ലെസ് ടൈം, ഹൈ എനർജി. യെസ്. അപ്പൊ എനർജി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. 8 മണിക്ക് ശേഷവും ജോലി ചെയ്യാൻ നിങ്ങളിൽ എനർജി ഉണ്ടാകുമോ? സമയം ഉണ്ടാവില്ല അല്ലെ? ഒരു മണിക്കൂർ 2 മണിക്കൂർ സമയം ബാക്കി ഉണ്ടാവുള്ളൂ. എനർജി ഉണ്ടാവോ? രാവിലെ 6 മണി തൊട്ട് 8 മണി വരെ പണിയെടുക്കുന്ന ആൾക്ക് 8 മണിക്ക് ശേഷം എനർജി ഉണ്ടാവോ? ഇല്ല. അത് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് രാവിലെ 5:30 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് നമ്മള് മെഡിറ്റേറ്റ് ചെയ്തിട്ടും എക്സസൈസ് ചെയ്തിട്ടും ഒക്കെ എനർജി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ വരുമാനത്തിന് വേണ്ടിയിട്ടുള്ള വിവിധമായ മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. there is no other options. പാസീവായിട്ടുള്ള ഇൻകം നമുക്ക് ഉണ്ടാക്കണം. നമ്മുടെ ഉണ്ടാക്കുന്ന മണി, പൈസ ഉണ്ടാക്കിയിട്ട് സേവ് ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റ് പോലെ ആവരുത്. എനർജി ഉണ്ടായിട്ട് പൈസ ഉണ്ടാക്കാന്ന് പറയില്ല. പൈസ ഉണ്ടാക്കാനായിട്ട് എനർജിയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. വിവിധമായ മാർഗങ്ങൾ സ്വീകരിക്കണം. പല രീതികൾ ഉണ്ടാക്കണം. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് കാശുണ്ടാക്കാൻ. ന്യായമായ കാശുണ്ടാക്കാനുള്ള പ്രവർത്തനം ഒരുപാടുണ്ട്. അതിൽ ശ്രദ്ധിക്കുക. അത് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാശുണ്ടാക്കാൻ പറ്റും. മൂന്നാമത്തെ പോയിന്റ്, സമ്പത്തിന്റെ ചിന്താഗതിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഏത് ചിന്താഗതിയിലാണുള്ളത്? ഇപ്പോൾ നമ്മളുടെ ചിന്താഗതി ഏതാണ്? ഇപ്പോ കോഴിക്കോട് പ്രോഗ്രാമും കൊച്ചി പ്രോഗ്രാമും തിരുവനന്തപുരം പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലൈവായിട്ട് ആൾക്കാർ പറഞ്ഞാണ്, ക്ലാസ്സിൽ വരുമ്പോ സ്കേർസിറ്റി മൈൻഡ് സെറ്റ് ആണ്. ഏതാണ്? ഇല്ലായ്മയുടെ മനോഭാവത്തിൽ വന്നു കഴിഞ്ഞപ്പോ തിരിച്ചു പോകുമ്പോ
ഉള്ളതിന്റെ മനോഭാവം അബൻഡൻസ് മൈൻഡ് സെറ്റിലേക്ക് തിരിച്ചുപോയി അത് എത്ര കണ്ട് നിലനിർത്താൻ പറ്റുന്നു എന്നതാണ് പ്രധാനം. അപ്പോൾ നമ്മൾ സമ്പത്തിന്റെ ചിന്താഗതിയിലേക്ക് മാറുക, അല്ലെങ്കിൽ സമ്പത്തിന്റെ ചിന്താഗതി ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചേക്കാം. നിങ്ങളുടെ ധനസ്ഥിതി എന്ന് പറയുന്നത് എന്തിന്റെ സൃഷ്ടിയാണ്? നിങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്നത് എന്തിന്റെ സൃഷ്ടിയാണ്? നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന പണത്തിന്റെ സൃഷ്ടിയാണോ, ദൈവത്തിന്റെ സൃഷ്ടിയാണോ, അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെയുള്ള എന്തോ ഒന്നിന്റെ സൃഷ്ടിയാണോ? നിങ്ങളുടെ ധനസമ്പത്ത് എന്ന് പറയുന്നത് എന്തിന്റെ സൃഷ്ടിയാണ്? എഫേർട്ടിന്റെ സൃഷ്ടിയോ? അല്ല. നിങ്ങളുടെ ധനസമ്പത്ത് എന്ന് പറയുന്നത് എന്തിന്റെ സൃഷ്ടിയാണ്? കറക്റ്റ്. യെസ്, യെസ്. മനസ്സിന്റെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ ചിന്തകളുടെ സൃഷ്ടിയാണ്. പലർക്കും മനസ്സിലാവാത്തൊരു സത്യം, അവരവരുടെ ധനസ്ഥിതി അവരവരുടെ ചിന്തകളുടെ പ്രതിഫലനമാണ് എന്നുള്ളത്. അത് മനസ്സിലാക്കിയവർ വളരെ കുറവാണ്. നമ്മുടെ ധനസ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ വേർഡ് ഇങ്ങനെയാണ്, കൃത്യമായി എഴുതി വെച്ചോ. പലർക്കും മനസ്സിലാവാത്ത ഒരു സത്യം, അവരവരുടെ ധനസ്ഥിതി എന്നത് അവരവരുടെ ചിന്തകളുടെ പ്രതിഫലനം മാത്രമാണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ധനം കൂടുതൽ, സമ്പത്ത് കൂടുതൽ വേണമെങ്കിൽ എന്താണ് മാറേണ്ടത്? ചിന്തകൾ മാറുക. ചിന്തകൾ മാറ്റിയാൽ മാത്രം മതിയല്ലോ. ചിന്തകൾ മാറ്റിക്കഴിഞ്ഞാൽ ധനത്തിന്റെ അവസ്ഥയും മാറും. പണം എന്താണ്? പണം, മണി ഈസ് ആൻ എനർജി. നമ്മുടെ എല്ലാ എനർജികളും ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനത്തിന് എല്ലാ എനർജികളും സൃഷ്ടിക്കപ്പെടുന്നത് നമ്മുടെ ചിന്തയിൽ നിന്നാണ്. അപ്പോൾ പണവും എനർജിയാണ്. അപ്പോൾ അത് സൃഷ്ടിക്കുന്നതും നമ്മുടെ ചിന്തയിൽ നിന്ന് തന്നെയാണ്. കൂടുതൽ വേണോ? കൂടുതൽ നന്നായി ചിന്തിക്കുക. കുറവ് വേണോ? കുറച്ച് ചിന്തിച്ചാൽ മതി. ചിന്തകളുടെ പ്രതിഫലനമാണ് എന്നുള്ളത്. അപ്പോൾ ചിന്താവിശ്വാസങ്ങളെ മാറ്റുമ്പോൾ നമുക്ക് എന്ത് നേടാൻ പറ്റും? സമ്പത്ത് നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നാലാമത്തെ കാര്യം, ധനസമ്പത്ത് കൈവരിക്കാൻ സാമ്പത്തിക ശീലങ്ങൾ രൂപപ്പെടുത്തുക. എന്തുകൊണ്ട് ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് റിലവന്റ് ആകുമോ എന്ന് നോക്കുക. ധനസമ്പത്ത് കൈവരിക്കണമെങ്കിൽ സാമ്പത്തികമായ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം. നമ്മുടെ സാമ്പത്തിക ശീലങ്ങളൊക്കെ ബാങ്കിലെ കിടക്കുന്ന ലോണും അല്ലെങ്കിൽ ബ്ലേഡ് കമ്പനികളും അല്ല ആവരുത്. നമ്മളിലുള്ള കാശിനെ എത്രത്തോളം കൃത്യമായി വിനിയോഗിക്കാൻ പറ്റുന്നു എന്ന് ശ്രദ്ധിക്കുന്നിടത്താണ് നമ്മുടെ വിജയം തുടങ്ങുന്നത്. 10 ലക്ഷം രൂപ കയ്യിലുണ്ടാകുമ്പോൾ 60 ലക്ഷത്തിന്റെയും 70 ലക്ഷത്തിന്റെയും വീട് വെക്കുന്നതാണ് ഒന്നാമത്തെ പാകപ്പിഴ. മക്കളുടെ കല്യാണം കഴിക്കണം എന്ന് കരുതുമ്പോൾ ലോകത്തുള്ളതിൽ ഏറ്റവും നല്ല ആർഭാടമായിരിക്കണം ഒരു ദിവസത്തെന്നും, ഒരു ദിവസത്തെ സാരിക്ക് വേണ്ടി 6-7 ലക്ഷം രൂപ ചെലവഴിക്കുന്നു എന്ന് തോന്നുന്നിടത്ത് സാമ്പത്തിക ശീലങ്ങൾ തകർന്ന് തരിപ്പിടമായി പോകും. ഒരു കാര്യമില്ലാത്ത കാര്യം. അപ്പോഴെന്താ? സമൂഹം അങ്ങനെയല്ലേ? അപ്പൊ സമൂഹം എങ്ങനെയാണ്? ഇപ്പോൾ സമൂഹവും കടഭീഷണിയിലാണ്. അപ്പോൾ ഞാനും കടഭീഷണിയിലാകെ പോവും. യാതൊരു തർക്കവും ഇല്ലല്ലോ. സമൂഹം മാത്രമല്ലേ ഇവിടെ ഉള്ളത്. അപ്പൊ സമൂഹത്തിന്റെ രീതി തന്നെ ആവട്ടെ. സമൂഹം കടം മേടിക്കുന്നു, ഞാനും കടം മേടിക്കുന്നു. ഗവൺമെന്റ് കടം മേടിക്കുന്നു, ഞാനും കടം മേടിക്കുന്നു. കടം കിട്ടുന്ന ഇഷ്ടം പോലെ വഴികളുണ്ട്, ഞാനും വാങ്ങിക്കുന്നു. സമൂഹം അങ്ങനെയല്ലേ? സമൂഹത്തിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മൾ ആത്മഹത്യക്ക് റെഡി ആയിരിക്കുമ്പോൾ പണം കടം മൂത്തിട്ട് ആത്മഹത്യക്ക് തയ്യാറാകുമ്പോൾ പറയുന്നു സമൂഹത്തിൽ എല്ലാവരും ആത്മഹത്യ ചെയ്യുന്നു, ഞാനും ആത്മഹത്യ. അങ്ങനെ ആരും പറയാറുണ്ടോ? അത് പറയുമ്പോൾ പറയില്ലല്ലേ. അവിടെ സമൂഹം മാറും. അപ്പോൾ ആത്മഹത്യ ചെയ്താൽ സമൂഹത്തിൽ നമ്മൾ തെറ്റുകാരനും. ഇതൊരേ സമൂഹമാണ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അപ്പൊ സമൂഹത്തിനനുസരിച്ച് ജീവിക്കണമോ, എന്റെ മനസാക്ഷിക്ക്, എന്റെ ചിന്തകൾക്ക് അനുസരിച്ച് ജീവിക്കണോ എന്ന് മനസ്സിലാക്കുക. അവിടെ നമ്മുടെ സമ്പത്തിന്റെ പൈസ ഉണ്ടായിട്ട് സേവ് ചെയ്യുന്ന എന്ന് പറയുന്നതിൽ മാറിയിട്ട് എന്താണ്? സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് ആ ആപത്ത് കാലത്ത് തിന്നാം. എത്ര പേർക്ക് അത് ഉപയോഗിക്കും? ഇതൊക്കെ പണ്ട് എത്രയോ പ്രാവശ്യം പറഞ്ഞതാ. പഴം കായ്ക്കുന്ന മരമില്ലാന്ന് വീട്ടിൽ പറഞ്ഞു കേട്ട് അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പഴഞ്ചൊല്ല് കേട്ടത് ഒരാളും മനസ്സിൽ കയറ്റി വെച്ചിട്ടില്ല, അല്ലേ? പണം കായ്ക്കുന്ന മരമൊന്നുമില്ല ഇവിടെ എന്ന് പറഞ്ഞത് ഞാൻ കിളക്കാൻ പോയിട്ടല്ല കാശ് കൊണ്ടിരുന്നത് എന്നൊക്കെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മളിവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ പറ്റി പറയുമ്പോൾ കിളക്കിച്ചിട്ടല്ല കാശ് ഉണ്ടാക്കുന്നതെന്ന് പറയും. പക്ഷെ ഇങ്ങനെ പഴഞ്ചൊല്ല് കേട്ടപ്പോൾ ഇതാരും ശ്രദ്ധിച്ചില്ല. വേണ്ടത് മാത്രമേ ശ്രദ്ധിക്കൂ. അപ്പോ ആപത്ത് തിന്നണമെങ്കിൽ നമ്മൾ ചെയ്യണം. നമ്മുടെ വരുമാനത്തിന്റെ, ഞാൻ മണി മാനിഫെസ്റ്റേഷൻ പഠിപ്പിക്കുന്ന കാര്യമാണ്, നമ്മുടെ വരുമാനത്തിന്റെ 50% ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എത്ര പേരുണ്ട് ഇവിടെ? 50%. ഞാൻ ഒരു കാര്യം ഇപ്പോ അസന്നിഗ്ധമായി നിങ്ങളോട് പറയാം.
സന്തോഷത്തോട് പറയാണ്, എന്റെ അഡ്മിന്മാരും ആരോടും പറയാത്തൊരു കാര്യം, ഞാനിപ്പോ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ തരുന്ന ഓരോ തൊട്ടും, നിങ്ങൾ എനിക്ക് നൽകുന്ന ഓരോ പൈസയും, ഞങ്ങളുടെ അഡ്മിന്മാരുടെ ശമ്പളവും ചെലവുകളും കഴിച്ച് ബാക്കി ഓരോ പൈസയും കൃത്യമായ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു രൂപ ഞാൻ എന്റെ പേഴ്സണൽ ആവശ്യത്തിന് എടുക്കില്ല, ഒറ്റ പൈസ ഞാൻ എടുക്കില്ല. നിങ്ങൾ എത്ര എനിക്ക് തന്നിട്ടുണ്ട്, അതിൽ എന്റെ അഡ്മിന്മാർക്ക് ആവശ്യത്തിനും എന്റെ ഓഫീസിന്റെ ചെലവും കഴിച്ച് GST കൊടുക്കേണ്ട GSTയും കൊടുത്ത് ബാക്കി തുക കൃത്യമായി ഇൻവെസ്റ്റ്മെന്റിലേക്ക് തന്നെ പോകുന്നു. കാരണം എനിക്ക് എന്താണെന്നറിയോ, എന്തുകൊണ്ടാണെന്നറിയോ? ആ പദം ഒന്നുകൂടി വായിച്ചേ, നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി വായിച്ചേ സാറേ. നേരത്തെ പറഞ്ഞൊരു നമ്മൾ പഴഞ്ചൊല്ലുണ്ടല്ലോ, അതെല്ലാവർക്കും ഉണ്ടാവില്ലേ അല്ലേ? അപ്പോഴും എനിക്കിങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയേണ്ടി വരും. പണ്ടത്തെ മോട്ടിവേറ്റർ ദിനേശ് ഇപ്പൊ എവിടെ പോയി എന്ന് വെച്ചാൽ എന്റെ മോട്ടിവേഷൻ ഒക്കെ തീർന്നു പോകും ഇത് കഴിയുമ്പോൾ അല്ലേ. മനുഷ്യൻ എപ്പോഴും എന്തും എവിടെയും ഉണ്ടാവാം, കൃത്യമായി തരാം. അപ്പൊ നിങ്ങൾക്ക് സേവ്, അപ്പൊ പറഞ്ഞ മറ്റൊരു വശം കൂടി പറയാം, നിങ്ങൾക്ക് സേവ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് എനിക്ക് തന്നാലും മതി, ഞാൻ സേവ് ചെയ്യാം, മറക്കണ്ട. അങ്ങനെയും ആകാം കേട്ടോ. നിങ്ങൾക്കല്ലേ സേവ് ചെയ്യാൻ പറ്റാത്തത്, അപ്പൊ ഇങ്ങോട്ട് അയച്ചോളൂ, ഞാൻ സേവ് ചെയ്യാം. ഓക്കെ ശരി. അപ്പൊ നാലാമത്തെ കാര്യം, സമ്പത്ത് കൈവരിക്കാനുള്ള ശീലങ്ങൾ ഉണ്ടാക്കുക. ഇനി അഞ്ചാമത്തെ കാര്യം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിലും പലപ്പോഴും സാധ്യമാകാത്ത കാര്യമാണ്, എനർജിയെ അലൈൻമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെ എനർജിയെ പറ്റി നമ്മൾ പറഞ്ഞു, ഇതിന് കൃത്യമായി അലൈൻമെന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. എനിക്ക് കൂടുതൽ എനർജി വേണം, പക്ഷെ എനർജി അലൈൻമെന്റ് എന്ന് പറയുന്ന, അറിയാലോ അലൈൻമെന്റ്സ് എന്താന്ന് നിങ്ങൾക്ക് അറിയാം. ഇത് പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല എങ്കിൽ അതിനുള്ള പ്രതിവിധി എന്താണ്? എനർജി അലൈൻമെന്റിന് ആണ്. പിന്നെ നേരത്തെ ആരാ പറഞ്ഞത്? ഫ്രീ ക്ലാസ് ഇല്ല എനർജി അലൈൻമെന്റിന്. അവിടെ ബാക്കി ഇത്രയും പറഞ്ഞതൊക്കെ ഫ്രീ ആണ്. അടുത്തത് എനർജി അലൈൻമെന്റ് വരൂ, നിങ്ങൾ പണമാകുന്ന എനർജിയുമായി വരൂ, ഞാൻ നിങ്ങൾക്ക് സമയമാകുന്ന എനർജി തരാം, എന്നിട്ട് നമുക്ക് രണ്ടുപേരും കൂട്ടിച്ചേർന്നുകൊണ്ട് മണിയാകുന്ന എനർജി ഉണ്ടാക്കാം. അപ്പോൾ ആകർഷണ നിയമം പോലുള്ള നിയമങ്ങൾ, 2020 പോലുള്ള മെഡിറ്റേഷനുകൾ, അല്ലെങ്കിൽ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള പവർഫുൾ ടെക്നിക്കുകൾ, അല്ലെങ്കിൽ ഹീൽ ആൻഡ് മാൻ, ഇതിലും നടക്കില്ല, ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷൻ പോലുള്ള പവർഫുൾ ടൂളുകൾ, ജേർണി ടു ഹാപ്പിനെസ് പോലുള്ള മൈൻഡ് പ്രോഗ്രാമിംഗ്, ഇങ്ങനെയുള്ള പ്രോഗ്രാമിംഗ്, അല്ലെങ്കിൽ മണി മാനിഫെസ്റ്റേഷൻ പോലുള്ള വലിയ വലിയ തരത്തിലുള്ള മണിയെ ആകർഷിക്കാനുള്ള തത്വങ്ങൾ, ഇതൊക്കെ വളരെ കൃത്യമായി പഠിക്കുക. സമ്പത്തിനെ ദൂരെ നിന്ന് കാണാതെ നമ്മുടെ ജീവിതത്തിന് ഭാഗമായി നിലനിർത്തണമെങ്കിൽ പണത്തിന്റെ എനർജിയും എന്റെ എനർജിയും ഒന്നിച്ച് ചേർത്ത് വെക്കണം. ഇതിന് നമ്മൾ ഉയരുക തന്നെ വേണം. 1 കോടി വേണ്ടവന് 1 കോടിയുടെ എനർജി വേണം, 10 ലക്ഷം വേണ്ടവന് 10 ലക്ഷം വേണം. അപ്പോൾ കടമുള്ളവന്റെ എനർജി എന്തായിരിക്കുമെന്ന് ടൈപ്പ് ചെയ്യാമോ? 1 കോടി ഉള്ളവൻ 1 കോടിയുടെ എനർജി, 10 ലക്ഷമുള്ളവൻ 10 ലക്ഷത്തിന്റെ എനർജി, 1000 വേണ്ടവൻ 1000 ഉള്ളവൻ 1000ത്തിന്റെ എനർജി. അപ്പോൾ കടബാധ്യതയുള്ളവൻ, അതായത് കൊടുക്കാൻ പറ്റാത്ത കടം, വീട്ടാൻ പറ്റാത്ത ഉള്ളവന്റെ, കടമുള്ളവന്റെ എനർജി എന്തായിരിക്കും? 0 ആണെങ്കിൽ പൈസ ഇല്ലാത്ത അവസ്ഥയെ വരുള്ളൂ, പണിയില്ല, പണമില്ല. AK കുമാർ സാർ ക്ലാസ്സിൽ വരുമ്പോൾ പറഞ്ഞത്, എന്റെ കയ്യിൽ 10 പൈസ എടുക്കാനില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ AK കുമാർ സാറിന്റെ എനർജി 0. അവിടുന്ന് സാർ താഴോട്ട് പോയില്ല, നേരെ പിന്നെ ദിവസവും മുകളിലോട്ട് പോയി, എവിടെന്നെങ്കിലും അടുത്ത് വരുന്നുണ്ട് കാശ് എന്നുള്ളതാണ്. 20% എനർജി ഒന്നും അല്ല, നെഗറ്റീവ് എനർജിയാണ് അവരിലുള്ളത്. നിങ്ങളിൽ ഇപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത കടമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിന്റെ അർത്ഥം നെഗറ്റീവാണ്. 1 കോടി കടമാണെങ്കിൽ 1 കോടി നെഗറ്റീവ് എനർജി, 1 കോടി 10 ലക്ഷമാണെങ്കിൽ 10 ലക്ഷത്തിന്റെ നെഗറ്റീവ് എനർജി അടിച്ചു പോകും. നമ്മൾ മറ്റേ 10-15 ലക്ഷം കൂടെ വന്നിട്ട് നിങ്ങൾ മറ്റൊരാൾ പോയി സംസാരിക്കുമ്പോൾ, എന്തുകൊണ്ട് ഇപ്പൊ പറയാറില്ലേ, കടമായതിനു ശേഷം സാറേ എന്നെ ആർക്കും കണ്ടുകൂടാ, പറയാറുണ്ടോ നിങ്ങൾ? കുറച്ച് കടമായതിനു ശേഷം എന്നെ ആർക്കും കണ്ടുകൂടാ, സമൂഹത്തിൽ ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല, എല്ലാവരും ഞാൻ പോകുമ്പോൾ മാറിപ്പോകുന്നു. ശ്രദ്ധിക്കാറുണ്ടോ നിങ്ങൾ? അനുഭവം ഉണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? എന്താണ് സംഭവിച്ചത്? എനിക്ക് 100 എനർജി ഉണ്ടെങ്കിൽ ഞാൻ ആരോടായിരിക്കും ബന്ധപ്പെടുക? 100 എനർജിയോ 150 എനർജിയോ ഉള്ള, 75 എനർജി ഉള്ള ആൾക്കാരായിരിക്കും. എന്റെ എനർജി 0 ആണെങ്കിൽ ഞാൻ ബന്ധപ്പെടുന്നത് അവയിട്ട് ബന്ധപ്പെട്ടവരായിരിക്കും. എന്റെ എനർജി നെഗറ്റീവ് ആണെങ്കിൽ എനിക്ക് ചുറ്റും വരുന്നത് ആരായിരിക്കും? നെഗറ്റീവ് എനർജി ഉള്ളവർ മാത്രമായിരിക്കും അല്ലെ? അപ്പൊ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ എനർജി ഉള്ളവരാണെങ്കിൽ അവർ നിങ്ങൾ തിരിഞ്ഞു നോക്കോ? നോക്കാൻ പറ്റുമോ അവർക്ക്? ഈ തത്വം ഒന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് കടമുള്ളവനെ കാണുമ്പോൾ ആൾക്കാർ മാറി നിൽക്കുന്നത്. അവന്റെ എനർജി ലോ ആണ്, മറ്റുള്ളവന്റെ എനർജി ഹൈ ആണ്, പോട്ടെ മാറി നിൽക്കുമോ എന്ന് പറയും. അപ്പൊ ഞങ്ങളെ പോലുള്ള ആൾക്കാർ പിന്നെയും വന്നിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടും. അപ്പോ അതിൽ നിന്ന് ചില അടികൾ നമുക്ക് കിട്ടും. ഇപ്പോഴാണ് ജലദോഷം പനിയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ എനർജി വല്ലാതെ, അതായത് നമ്മളിരിക്കും എനർജി ചെറിയ കളിയല്ല കേട്ടോ, ചെറുതായിട്ട് നിങ്ങൾ വിശ്വസിക്കരുത്. ഇത് ഒറ്റയടിക്കങ്ങ് പൊയ്ക്കളയും. ഞാനിവിടെ വന്ന് നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോ ഒക്കെ നല്ല കാണുമ്പോ നല്ല സംഭവമാണ്.
പക്ഷെ അവിടെ നിൽക്കുന്ന സ്വീകരിക്കുന്ന ആൾ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുടെ എനർജി വളരെ ലോ ആണ്. ഒറ്റ വലിയ വലിച്ചു കളയും. എത്രയോ അനുഭവങ്ങളുള്ളത് അതൊക്കെ. അങ്ങനെ വന്ന് കിടന്നു പോകുന്ന ഇഷ്ടംപോലെ സന്ദർഭങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതിനുവേണ്ടി ചില ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പിടിച്ചെന്ന് പോകുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഒറ്റ പോക്ക് പോകും, നമ്മൾ പോലും അറിയില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഫ്ലോ ആയി പോകും. അപ്പോൾ നെഗറ്റീവ് നമ്മൾ ഇതുകൊണ്ടാണ് നമ്മൾ എന്താണ് നമ്മുടെ സമൂഹം ഒറ്റപ്പെടുത്തുന്നതെന്ന് തിരിച്ചറിയുക. അതിന്റെ അർത്ഥം സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി വളരെ ലോ ആണ് എന്ന് ഓവർകം ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, ഈ ക്ലാസ് തന്നെയാണ് ഇതിന് വഴി. നിരന്തരമായ ക്ലാസ് കേട്ടുകൊണ്ട് നിങ്ങളുടെ എനർജി എങ്ങനെ ഉയർത്താമെന്ന് പ്രാക്ടീസ് ചെയ്ത് നിരന്തരമായ സാധനാ കർമ്മങ്ങളിലൂടെ എനർജി, മെഡിറ്റേഷൻ, എക്സസൈസ്, അത് കഴിഞ്ഞ് പോസിറ്റീവ് തിങ്കിങ്, ശുഭാപ്തി വിശ്വാസം, ഇതൊക്കെ ഈ ഹാപ്പിനെസ് മാസ്റ്ററി ഹബിന്റെ ഫണ്ടമെന്റൽ കാര്യങ്ങളെല്ലാം ഇതാണ്. ഇതിൽ തന്നെയാണ് എല്ലാം നടക്കുന്നത്. എനർജി എങ്ങനെയാണ് താളാത്മകമായി കൊണ്ടുപോകുന്നത് എന്ന്. എന്നിട്ടോ കുറച്ചുകൂടി അപ്പായവർ എങ്ങനെ പ്രൊട്ടക്ഷൻ ഇട്ട് പോകും, മറ്റുള്ളവർ പോകുമ്പോൾ പ്രൊട്ടക്ഷൻ എങ്ങനെ ഉപയോഗിക്കും, എന്തൊക്കെ ചെയ്യും, ഇതൊക്കെ വളരെ കൃത്യമായി പഠിപ്പിച്ചു തരണം. ഒരുപാട് അനുഭവങ്ങൾ ഇതിലൂടെ പറയണ്ടോ. അപ്പൊ സമ്പത്തിനെ ആകർഷിക്കാൻ, വീണ്ടും അതിലേക്ക് പോവാം. സമ്പത്തിനെ ആകർഷിക്കാൻ എന്തൊക്കെ ചേരണം? ചിന്തകളും പ്രവൃത്തികളും ഒരുപോലെ ചിട്ടയോടെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം. അല്ലാതെ ഷോർട്ട് കട്ടുകൾ ആരും സമീപിക്കരുത്. അതിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാവില്ല. നമ്മളുടെ മനോഭാവം ധനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നതിനോ അതിനെ നിലനിർത്തി കൊണ്ടുപോകുന്നതിനോ പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നമ്മുടെ മനോഭാവം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന്. നമ്മുടെ ധനസമ്പത്ത് ആകർഷിക്കുന്നതിന് നമുക്ക് ഒരു 3 ടെക്നിക്കുകൾ ഇപ്പൊ പറഞ്ഞുതരാം. വേണോ? 3 ടെക്നിക്ക്. ഇതുവരെ നിങ്ങൾക്ക് നൽകാത്ത ഒരു 3 സാധനം തരും. ആ സാധനം ഞാൻ തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് നൽകും? അത് പറയണം. 3 സാധനം ഞാൻ നിങ്ങൾക്ക് തരാം, സിമ്പിൾ ആൻഡ് പവർഫുൾ. ഇത് തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? എനിക്ക് മണി വേണ്ട. മണി നിങ്ങൾ കോഴ്സിന് ചേർന്നിട്ട് മതി. കോഴ്സിൽ ചേർന്ന് നിങ്ങൾ മണി വന്നു. എനിക്ക് നൽകേണ്ട സാധനത്തിന്റെ പേര് പറയൂ. യെസ് യെസ് യെസ്. ആ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ നിങ്ങൾ ഉണ്ടായിരിക്കും, അതൊക്കെ സന്തോഷമാണ്. പോരാ പോരാ, എനിക്ക് വേറെന്തോ ഒരു സാധനം വേണം. പ്രാർത്ഥന അതൊക്കെ വേണമെന്നല്ല, അതൊക്കെ വേണം. അതൊക്കെ വേറെന്തോ ഒരു സാധനം എനിക്ക് വേണം. ഇപ്പൊ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു സാധനം നിങ്ങളുടെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? അത് എനിക്ക് തരാൻ പറ്റുമോ? രണ്ടാമത്തെ പോയിന്റ് എനർജി അല്ല. പണം നേടാനുള്ള പ്രവർത്തനത്തിന് നിങ്ങൾ തയ്യാറാണോ? അതിന് നിങ്ങൾ എത്ര പേര് തയ്യാറാവും? യെസ്. എന്നാൽ ഞാൻ ഈ 3 ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ പണം നേടാൻ വേണ്ടി പ്രവർത്തിക്കണം. കടം മേടിക്കാൻ പ്രവർത്തിക്കരുത്, പണം നേടാനായിട്ട് പ്രവർത്തിക്കണം. ഇത് റെഡിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന പ്രോമിസ് ആണ്, ഇന്നു മുതൽ സമ്പത്ത് ഉണ്ടാക്കാനുള്ള പ്രവർത്തനം എന്റെ ചിന്തകളിലൂടെ, പ്രവൃത്തികളിലൂടെ, മനോഭാവത്തിലൂടെ ഞാൻ കൊണ്ടുവരുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണെങ്കിൽ ഈ 3 ടെക്നിക്ക് എടുത്തോളൂ. 3 കാര്യം, സിമ്പിൾ ടെക്നിക്ക് ഒന്നും പറയാം. 3 സിമ്പിൾ ടാബ്ലറ്റ്സ്. ആ ടാബ്ലറ്റ്സ് എടുത്ത് കഴിക്കുക. രാവിലെയും ഉച്ചക്കും വൈകിട്ടും ഇതിലേതെങ്കിലും ഒരു ടാബ്ലറ്റ്സ് കഴിച്ചാൽ മതി. 3 കഴിക്കണ്ട, ഏതെങ്കിലും ഒരു ടാബ്ലറ്റ്സ് കഴിച്ചാൽ മതി. നിങ്ങൾ മാറ്റം ഉണ്ടാവുമെന്നറിയാം. അപ്പോൾ നമുക്ക് പ്രോമിസ് ചെയ്യാവുന്നവർക്ക് റിസൾട്ട് കിട്ടും എന്ന് പറയുക. എല്ലാവരും യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് പറയാൻ, എല്ലാവരും പ്രോമിസ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി മാറ്റം ഉണ്ടാക്കാനാണ്. എന്നിട്ട് ഈ റിസൾട്ടുകൾ ഇവിടെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റൊക്കെ ഒന്ന് പറഞ്ഞുകൊള്ളുക. എനിക്കിത് കിട്ടി, എനിക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പൊ അത് കേൾക്കും മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാവട്ടെ. പക്ഷെ രണ്ടാമതൊരു കാര്യമുണ്ട്, ഈ കേൾക്കുന്നവർ, ഒരാളുടെ റിസൾട്ട് കേട്ടിട്ട് മറ്റുള്ളവർ അതിന് കിട്ടിയല്ലേ നോക്കട്ടെ എന്നുള്ള ആ ഒരു സാധനത്തിന്റെ പേരുണ്ടല്ലോ, അതുണ്ടെങ്കിൽ നിങ്ങൾ ജന്മത്തിൽ ഗുണം പിടിക്കില്ല എന്നും കൂടി പറഞ്ഞു. അല്ലേ? 10 മാലിന്യം ഒരെണ്ണുണ്ടല്ലോ, എനിക്ക് കിട്ടി എന്ന് ഒരാൾ പറയുമ്പോ ഇത് കണ്ടോടി അവക്ക് കിട്ടി കേട്ടോ, എന്തോ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന്റെ പേരാണ് 3 അക്ഷരമുള്ള മലയാള വാക്ക്. ആ വാക്ക് ആ കുശുമ്പ്, അസൂയ എന്നാണ് ആ കഥ തന്നെ. അതുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ജന്മത്തിൽ ഗുണം പിടിക്കില്ല. മാറ്റിവെച്ചേക്ക സാധനത്തെ എന്ന് മാത്രം ഒന്നുകൂടി ഓർമ്മിക്കും. ഇത് മാലിന്യങ്ങളുടെ പ്രധാനപ്പെട്ട സാധനമാണ്, പലർക്കും ഉണ്ട് എന്ന് അറിയാം. മനഃപൂർവ്വം അത് മാറ്റുക. അത് മാറ്റാനായിട്ട് ജേർണി ടു ഹാപ്പിനെസ് ചേരുക. നിങ്ങൾ പഠിക്കുക. ഇന്നലെ ജേർണി ടു ഹാപ്പിനെസ് വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആരും ഇന്നലെ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ആരും കോഴ്സിൽ ഒരാളെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇത്രയും ആൾക്കാർ നിങ്ങൾ ജോയിൻ ചെയ്താലല്ലേ എനിക്ക് എന്റെ അവസ്ഥകൾ മാറുള്ളൂ.
അല്ലേ? എന്റെ സാമ്പത്തിക സ്ഥിതി മാറട്ടെ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറ്റണം, ഇങ്ങോട്ട് കോഴ്സും ജോയിൻ ചെയ്യണം. അതുകൊണ്ട് ജോയിൻ ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. അടുത്ത മാസം GST കൂടി ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ 10,000 പ്ലസ് GST വരും. ഡിസ്കൗണ്ട് ഉണ്ടാവില്ല. പിന്നെ കോഴ്സ് ചേരൽ കുറച്ച് ഡിലേ ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ചത് അറിയാം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഉള്ള കാശ് വെച്ച് ജോയിൻ ചെയ്ത് കൊള്ളുക. മറ്റെല്ലാ കോഴ്സുകളൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ റെഡി ടു ടേക്ക് അല്ലെ, കോഴ്സ് എടുക്കാൻ തയ്യാറായിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗുണമുള്ളൂ, എനിക്ക് ഗുണമുള്ളൂ. ഇതേ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കാശ് ഉണ്ടാക്കുക. എന്നിട്ട് കോഴ്സ് ജോയിൻ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ടെക്നിക്ക് ക്യാപ്സൂൾ എടുക്കാൻ തയ്യാറാണല്ലോ? യെസ്, റെഡി? എഴുതിക്കോളൂ. ഒരൊറ്റൊരു വാക്കാണ്, ഇംഗ്ലീഷ് വേർഡാണ്, ഗോൾഡൻ സൺറൈസ്. ഗോൾഡൻ സൺറൈസ് എന്ന വാക്ക് എല്ലാ ദിവസവും നിങ്ങൾ ഉപയോഗിക്കുക. ഗോൾഡൻ സൺറൈസ്. നമുക്ക് ധനം, സമൃദ്ധി, പുതിയ അവസരങ്ങൾ ലഭിക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു വേർഡാണ് ഗോൾഡൻ സൺറൈസ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ 21 തവണ ചൊല്ലുക. എഴുന്നേറ്റ ബെഡിൽ നിന്ന് തന്നെ പറയുക, ഗോൾഡൻ സൺറൈസ്, ഗോൾഡൻ സൺറൈസ്, ഗോൾഡൻ സൺറൈസ് എന്ന് 21 ടൈംസ് അടുത്ത 28 ദിവസങ്ങൾ മുടങ്ങാതെ ചൊല്ലുക. അപ്പോൾ ഇത് സ്വിച്ച് വേർഡ്സിനെ പറ്റി വിശദമായിട്ടുള്ള വീഡിയോയും 5 സ്വിച്ച് വേർഡ്സും അടങ്ങിയ വീഡിയോ ഇന്ന് രാത്രി യൂട്യൂബിൽ അവൈലബിൾ ആകും. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അത് കണ്ടോളൂ. അപ്പൊ എന്താണ് ഈ സ്വിച്ച് വേർഡ് എന്നും അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഒക്കെ നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാവും. കൃത്യമായി പറയുന്ന ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. ആ വീഡിയോ ഇന്നിപ്പത്തെ കുറച്ച് അപ്ലോഡ് ചെയ്യും, നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്നിപ്പോൾ ഇവിടെ 3 വാക്ക് തരുന്നത് അതിൽ കൊടുത്തിട്ടില്ല, ഇത് വേറെ വാക്കാണ്. അതിലും 5 വാക്ക് കൊടുത്തിട്ടുണ്ട്, ഇത് 3 അപ്പോൾ അതൊക്കെ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോട്ടെ, ആൾക്കാർക്ക് ഗുണമുള്ളവർക്ക് ആവട്ടെ. ലിങ്ക് ഇവിടെ അല്ല, നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും, അവിടെ ഉണ്ടല്ലോ. അപ്പൊ വേർഡ് ഇതാണ്, ഗോൾഡൻ സൺറൈസ് എന്ന് പറയുന്നത്. ഇത് ചെയ്യേണ്ടത് 21 തവണ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ 21 തവണ ചൊല്ലുക, അല്ലെങ്കിൽ എഴുതുക. എഴുതുകയും ചൊല്ലുകയും രണ്ടാണെങ്കിൽ അത്രയും ഗുണം ഉണ്ട്. 28 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലണം. അത് കഴിഞ്ഞ ശീലമായി പോകും, അല്ലേ? അത് കഴിഞ്ഞാൽ ശീലമായി പോകും എന്നുള്ളത് മറക്കരുത്. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇത് കൊണ്ട് നടക്കാം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇത്രയും വിശദമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയ എല്ലാവർക്കും? റെഡിയാണല്ലോ? നെക്സ്റ്റ്, പണം നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കണം. ഡെയിലി പണം വന്നുകൊണ്ടേയിരിക്കണം. ഇത് ആഗ്രഹമുണ്ടോ? എല്ലാവർക്കും ആഗ്രഹം, ഡെയിലി എന്റെ കാശ് വന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആൾക്കാരുണ്ടല്ലോ, എവിടെ നിന്നാണെന്ന് അറിയില്ല സാർ, എല്ലാ ദിവസവും പൈസ വരുന്നുണ്ട്. ഇവിടെ പലരും പറഞ്ഞ അനുഭവം ഉണ്ടല്ലേ? താങ്കൾ ക്ലാസ്സിൽ വന്നതിന് ശേഷം എവിടെ നിന്ന് അറിയില്ല, എല്ലാ ദിവസവും പൈസ വരുന്നുണ്ട്, അല്ലേ? വനജകുമാരിയൊക്കെ എപ്പോഴും പറഞ്ഞ കാര്യമാണ്. ഒന്നും ടെൻഷൻ ഒന്നുമില്ല സാർ, എല്ലാ ദിവസവും പൈസ വരണം. അതിന് ഉള്ള ഒരു സാധനം വേണോ? അത് വേണോ? ടീച്ചർമാർക്ക് എല്ലാ ദിവസവും പൈസ ഒന്നും വരില്ല കേട്ടോ. ടീച്ചർമാർക്ക് പറയുന്നത് എല്ലാ ദിവസവും കാശ് വരണമെന്നില്ല. മറ്റേത് യെസ്, വേണമെങ്കിൽ അതിന്റെ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് കൗണ്ട് ഡിവൈൻ എന്നാണ്. കൗണ്ട് ഡിവൈൻ, COUNT, കൗണ്ട് ഡിവൈൻ, DIVINE, കൗണ്ട് ഡിവൈൻ. എന്നും വരട്ടെ, കാശ് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് വരണം. സലീന സലീമിന് കാശ് വരുന്നില്ലെങ്കിൽ പ്രവർത്തനം ഉണ്ടെങ്കിൽ കാശ് വന്നില്ലെങ്കിൽ അതിനർത്ഥം എനർജി കൊടുക്കുന്നില്ല എന്നതാണ്. അപ്പൊ എനർജി കൂട്ടണം. എനർജി കൂട്ടാനായിട്ട് നിങ്ങൾ പല ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കേണ്ടി വരും. പങ്കെടുത്തിട്ട് എനർജി കൂട്ടാം കേട്ടോ. അതല്ലാണല്ലോ ഈ ക്ലാസ് സ്ഥിരമായി പറഞ്ഞത്. ഞാൻ ക്ലാസ് കേട്ടത് കൊണ്ട് മാത്രം സലീമക്ക് മാറ്റമുണ്ടാവില്ല. അത് അകത്ത് എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ ഉള്ളവരൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഉണ്ടായത്. ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ഒക്കെ പഠിപ്പിക്കും. ഓക്കെ, ഡിവൈൻ, കൗണ്ട് ഡിവൈൻ. അപ്പൊ ഇത് പണം നിരന്തരമായി വന്നുകൊണ്ടിരിക്കാനും വിവിധമായ ധനസ്രോതസ്സുകൾ തുറന്നു കിട്ടാനും വേണ്ടിയിട്ടുള്ള സ്വിച്ച് വേർഡാണിത്. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഇത് ഉപയോഗിക്കേണ്ട മറ്റൊരു തരത്തിലാണ്, 28 തവണ ആവർത്തിച്ച് പറയാം. എല്ലാ ദിവസവും ഏത് സമയത്തായാലും കുഴപ്പമില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് 28 തവണ ആവർത്തിച്ച് 28 ദിവസം സ്ഥിരമായി ഉപയോഗിക്കണം.
ഇനി മറ്റൊരു സ്വിച്ച് വേർഡ് തരട്ടെ, ഏറ്റവും ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുന്ന സ്വിച്ച് വേർഡ് തരട്ടെ. ഇവിടെ ആർക്കൊക്കെ കാശ് കിട്ടാനുണ്ട്, പലയിടത്തും കൊടുത്ത പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞവരൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് അവരവരെ പേരെഴുതിയ, പല സ്ഥലത്തും കൊടുത്ത പൈസ ഉണ്ട് സാറെ കിട്ടുന്നില്ല എന്ന്. പോരട്ടെ, എല്ലാവരും കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ അല്ലെ, വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവും. പോരട്ടെ പേര് 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 യെസ്. പോരാ, ഞാൻ ഉദ്ദേശിച്ച അത്രയും ആൾക്കാരില്ല. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാനൊരു ഒരെണ്ണം കൂടി നിങ്ങൾക്ക് തരാം. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മോൾ കിട്ടാനുണ്ടായാലും കുഴപ്പമില്ല, ഇരിക്കട്ടെ. കിട്ടാനുള്ളത് നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യട്ടെ, അത് കിട്ടാനുള്ളതാണല്ലോ എന്തായാലും. ഭർത്താവിനായാലും ഭാര്യക്കായാലും കിട്ടിയാൽ നിങ്ങൾക്ക് തന്നെയല്ലേ, നിങ്ങൾ ഒരു കുടുംബമല്ലേ. ഭർത്താവിന് കിട്ടാണ്ട് എനിക്ക് കിട്ടാനില്ല എന്ന് പറയുന്നത് അർത്ഥമില്ല. ഭർത്താവിന് കിട്ടിയാൽ നിങ്ങൾക്ക് തന്നെയല്ലേ ഗുണം. അപ്പോ ഒരു കാര്യം കൂടി പറയാം, ഇത്രയും പറഞ്ഞു നിർത്തും. നിങ്ങൾക്ക് കിട്ടാനുള്ള ഈ പൈസ കിട്ടിയാൽ നിങ്ങൾ അതിനകത്ത് ഒരു 1001 രൂപ മാറ്റിവെക്കാൻ തയ്യാറാണ് എന്നൊന്ന് ഉറപ്പിക്കണം. ഒരു ചാരിറ്റി ആവശ്യത്തിന് വേണ്ടി ഒരു 1001 രൂപ എന്താണെന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. നമ്മൾ പറഞ്ഞു തന്നാൽ നമ്മൾ ചാരിറ്റിയുടെ പ്രവർത്തനം കൂടി തുടങ്ങുന്നുണ്ട്. ഇവിടെ ഒരു സിസ്റ്റം നമ്മൾ റെഡിയാക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ, ഇവിടുത്തെ ഗ്രൂപ്പിലുള്ള കുറച്ച് ആൾക്കാർ ചേർത്തിക്കൊണ്ട് മീഡിയേറ്ററായി നിർത്തി കൊടുക്കണം. പണത്തിന് അങ്ങനെ ഒരു കാര്യം കൂടി, നൽകുന്നോറും ലഭിക്കുന്ന ഒരു സാധനമാണ് പണം അല്ലെ. പണം നമ്മൾ നൽകുന്നോറും നിൽക്കുക. അപ്പൊ നമ്മൾ പണം നൽകുമ്പോൾ എനിക്ക് നൽകാനുണ്ട്, ഞാനിപ്പോ നൽകിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒറ്റയ്ക്ക് കൊടുക്കുന്നതും ഒരു പ്രസ്ഥാനം കൊടുക്കുന്നതും തമ്മിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ പ്രസ്ഥാനം ആണ് എപ്പോഴും നല്ലത്. കാരണം വ്യക്തികൾ കൊടുക്കുമ്പോൾ അതിന്റെ കർമ്മത്തിന്റെ ചെറിയൊരു വിഷയം വരും. പ്രസ്ഥാനമാണെങ്കിൽ അതുകൊണ്ടില്ല. കടം ചോദിക്കുമ്പോൾ കൊടുക്കണ്ടെന്നൊന്നുമില്ല, കടം ചോദിക്കുമ്പോൾ കൊടുത്തോളൂ, പക്ഷെ തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി കൊടുക്കണം. അല്ലാതെ കൊടുക്കുന്നതിൽ പിന്നെ ഇത് വിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോ ഇതൊന്ന് ആലോചിച്ച് ഒരു 1001 രൂപ നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണ്. അത്രേ ഉള്ളൂ, ലളിതമാണ്. കൂടുതലാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ഈ അഫർമേഷൻസ്, ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ ദിവസവും ഉപയോഗിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ളത് മാത്രം, കിട്ടാനുള്ളതെല്ലാം ഇതിൽ ഫോക്കസ് ചെയ്യുക. സ്വിച്ച് വേർഡ് ആണ് ഫൈൻഡ് കൗണ്ട് എന്ന് പറയുന്ന സാധനം. ഫൈൻഡ് കൗണ്ട് നമുക്ക് കിട്ടാനുള്ള എമൗണ്ടിന് അപ്രതീക്ഷിതമായി നമ്മുടെ കയ്യിൽ എത്തിക്കാനുള്ള സാധനമാണ്. നിങ്ങൾ ഇപ്പോൾ മുതൽ പ്രാക്ടീസ് ചെയ്തോ, നോക്കിക്കോ, ഇന്ന് അല്ലെങ്കിൽ നാളെയോ തന്നെ നിങ്ങളിലേക്ക് ആ പൈസ തിരിച്ചു വരാം. നാളെ തന്നെ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാവും. നോക്കിക്കോ, ഈ അഫർമേഷൻ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ അഫർമേഷൻ നിങ്ങൾ 28 തവണ നല്ല ഊർജത്തോടു കൂടി പറയുക. ഫൈൻഡ് കൗണ്ട് നല്ല ഊർജത്തോട് മനസ്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഫൈൻഡ് കൗണ്ട്, മറഞ്ഞിരിക്കുന്ന അപ്രതീക്ഷിതമായ ധനം ലഭിക്കാനായിട്ട് പതിവായി ആവർത്തിച്ച് എഴുതി പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര ദിവസം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 28 തവണ നിങ്ങൾ ഇത് പറയുക. എത്ര ദിവസം വേണമെങ്കിലും ഉപയോഗിച്ചോളൂ. നേരത്തെ പറഞ്ഞ പോലെ 21 ദിവസം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റും. നമുക്ക് ആക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ, അതല്ലേ. കിട്ടാനുള്ള പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഉണ്ടാവും, പിന്നെയും കൊടുക്കൂ. അപ്പൊ എത്ര വേണം അത്രയും പ്രാവശ്യം ഉപയോഗിച്ചോളുക. ഈ 3 സ്വിച്ച് വേർഡുകൾ നിങ്ങൾ റിസൾട്ട് ആണ് എനിക്ക് നൽകേണ്ടത്. പ്രവർത്തിച്ച് റിസൾട്ട് ഉണ്ടാക്കി കാണിക്കണം. ഇതാണ് പറഞ്ഞ പ്രോമിസ്, മറക്കരുത്. നമ്മുടെ ഇതുകൊണ്ട് നമ്മുടെ എങ്ങനെയാണ് സ്വിച്ച് വേർഡ്സ് എന്താണ് വർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കൂടി കാണുക, ബാക്കി എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ജീവിതത്തിൽ ഗുണകരമായി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ കൂടുതൽ ക്ലാസ്സുകളുണ്ട്, വരിക, പൈസ ഉണ്ടാക്കുക, കൂടുതൽ അറിവുകൾ നേടുക. എന്നിട്ട് കൂടുതൽ കടം കൊടുക്കുകയല്ല, കൂടുതൽ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാക്കുക. എല്ലാവരെയും നിഷ്കളങ്കമായി അൺകണ്ടീഷണലായി സ്നേഹിക്കുക. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക, നല്ല ബന്ധം ഉണ്ടാക്കി വെക്കുക. അങ്ങനെ ജീവിതത്തിലെ കൃത്യമായി എന്താണ് വേണ്ടത് എന്ന കൃത്യബോധത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ ജീവിതം, നമ്മൾ ബഷീർ ഖാന്റെ ഭാഷയിൽ ചോദിച്ചാൽ, ജീവിതം സുന്ദര സുലഭിലമായി മാറും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്, താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് സംസാരിക്കേണ്ട സമയമാണ്. മറ്റുള്ളവർക്ക് അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഈ ക്ലാസ്സിനെ പറ്റിയും പറയാം, അല്ലെങ്കിൽ ചോദിക്കാൻ ഡൗട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് അനുഭവങ്ങൾ പറയാം. 2020 മെഡിറ്റേഷൻ മറക്കാതിരിക്കുക. അത് കഴിഞ്ഞ് പറയാം. 2020 മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ 7 ചക്രാസ് വീണ്ടും തുടങ്ങുന്നു. പക്ഷെ ഇത്തവണ മുതൽ 7 ചക്രാസിന് പ്രത്യേകതയുണ്ട്. 7 ഡേയ്സ് ഡിഫറെന്റ് ചക്രാസ് അല്ല, 7 ഡേയ്സ് 7 ചക്രാസ് ആണ്. അതായത് ഓരോ ദിവസവും 7 ചക്രങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരു ദിവസം ഒരു ചക്ര എന്ന രീതിയിലായിരുന്നു ഉണ്ടായത്. ഞാൻ പറഞ്ഞിരുന്നു, അതിൽ പങ്കെടുത്ത എല്ലാവരും അടുത്ത പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് 21 ഡേയ്സ്
നമ്മൾ 7 ചക്രാസിനെ മാത്രം ഒരു ദിവസം തന്നെ 7 ചക്രയും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന പ്രോസസ് മെഡിറ്റേഷൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് താല്പര്യമുള്ളവർ ഇപ്പോഴേ പറഞ്ഞുകൊള്ളുക. കാരണം സമയം ഒരു 40 മിനിറ്റ് 30-40 മിനിറ്റ് ആയിരിക്കും ആ മെഡിറ്റേഷൻ ഉണ്ടാവുക. രാത്രിയായിരിക്കും, അതോടുകൂടി പോയി ഉറങ്ങുന്ന മെഡിറ്റേഷൻ ആണ്. അതുകൊണ്ട് ഹെഡ്ഫോൺ ഉപയോഗിക്കാൻ എല്ലാവരും തയ്യാറാവുക. ഹിപ്നോസിസിൽ പങ്കെടുക്കുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹെഡ്ഫോൺ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഹെഡ്ഫോൺ നിർബന്ധമായിട്ട് ഉപയോഗിക്കുന്നവരും മാത്രമേ ഇതില് 7 ചക്ര മെഡിറ്റേഷൻ വരുള്ളൂ. മറ്റേന്ന് 7 എലിമെന്റ്സ് മെഡിറ്റേഷൻ ആയിരുന്നു. ഇപ്രാവശ്യം 7 ചക്രാസ് മെഡിറ്റേഷൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്നവർക്ക് ഈ 2020 കഴിഞ്ഞ ഉടനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് അഡ്മിനോട് ബന്ധപ്പെട്ടോളൂ. നിങ്ങൾ അതിനെ ജോയിൻ ചെയ്യാറുണ്ട്, ജോയിൻ ചെയ്തോളൂ. 100% നിങ്ങൾ എനർജിയാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ എനർജിയാണ് നിങ്ങളുടെ ബ്ലോക്കായി നിർത്തുന്നതെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് മെത്തേഡാണ് നിങ്ങൾ എനർജി ബൂസ്റ്റ് ചെയ്യാനായിട്ട്. അത് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ക്ലാസ് നിർത്തുന്നു. ഇനി സംസാരിക്കാൻ വന്നവർ ഹാൻഡ് റൈസ് ചെയ്തോളൂ. നീലാമ്മ, എന്നിൽ നിന്നും നെഗറ്റീവ് തോട്ട്സുകൾ മാറിപ്പോകുന്നില്ല, എന്ത് ചെയ്യും? അതിനാണല്ലോ മാം ഈ ക്ലാസ്സുകളൊക്കെ ഉള്ളത്. ജേർണി ടു ഹാപ്പിനെസ് നെഗറ്റീവ് തോട്ട്സുകളെ നമ്മൾ എങ്ങനെ റിമൂവ് ചെയ്യാം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ജോയിൻ ചെയ്തോളൂ. അഡ്മിനെ വിളിച്ചിട്ട് ജോയിൻ ചെയ്തോളൂ. അഡ്മിൻ നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത ലീലാമ്മക്ക്, ലീലാമ്മ എം വി അതിലാണ്. 2 അഡ്മിന്മാർ ആര് വേണം വിളിച്ചോളൂ, എടുത്തോളൂ. ഗീത പറഞ്ഞോളൂ. ഗീത മുന്നോട്ട്. ഞാൻ ജേർണി ടു ഹാപ്പിനെസ് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് 2 മാസം കൊണ്ട് എനിക്ക് ജോലി ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു ജോലിയല്ല, പക്ഷെ ഇന്ന് എനിക്കൊരു ജോലിയുടെ കാര്യം വന്നിട്ടുണ്ട്. നാളെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സാലറി വളരെ കുറവാണ്. ഞാൻ റെന്റഡ് ആയിട്ടുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. അറ്റ്ലീസ്റ്റ് റെന്റെങ്കിലും കൊടുക്കാൻ എനിക്ക് പറ്റും എന്നുള്ള വിശ്വാസം. ശരിക്കും മനസ്സിലായില്ല ഗീത പറഞ്ഞത്. എനിക്ക് 2 മാസം കൊണ്ട് ജോലി ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഞാനൊരു സിംഗിൾ മദറാണ്. അപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടപ്പോ ഭയങ്കര വിഷമത്തിലിരിക്കുകയായിരുന്നു. അപ്പം സാറിന്റെ കോഴ്സിന് ചേർന്നു. ഞാൻ മെഡിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഇന്നൊരു ജോലിയുടെ ഒരു ഓഫർ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ശരിക്കും പരിചയമുള്ള ഫീൽഡ് അല്ല. അപ്പൊ അവര് പറഞ്ഞു 1 മാസം കഴിഞ്ഞിട്ട് നോക്കട്ടെ, സാലറി കൂട്ടിത്തരാന്ന് പറഞ്ഞു. അപ്പൊ നാളെ ഞാൻ ജോയിൻ ചെയ്യാൻ പോവേ. എന്താ നിങ്ങളുടെ ശരിക്കുള്ള പ്രൊഫഷൻ? ഞാൻ ബേസിക്കലി ബ്യൂട്ടീഷ്യൻ ആണ്. അപ്പൊ ഒരു പാർലർ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് എനിക്ക് കൊറോണ ടൈമിൽ കൂട്ടി പോയായിരുന്നു. അപ്പൊ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തായിട്ടാ ജോലി കിട്ടിയിരിക്കണേ? ഇപ്പൊ ഒരു ഷോപ്പില, ഒരു ലെൻസിന്റെ ഷോപ്പില. ബ്യൂട്ടീഷ്യനായ നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ലെന്നോ? ഇവിടെ ബ്യൂട്ടീഷ്യനെ കിട്ടാതെയാണ് ഈ ലോകത്തിൽ ആൾക്കാർ നടക്കുന്നത്. അല്ല, അങ്ങനെയല്ല സാർ. ഇപ്പൊ ഇവിടെ ഉള്ള ട്രെൻഡ് എന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. നല്ല വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എല്ലാവരും പ്രിഫർ ചെയ്യും. നോർത്ത് ഇന്ത്യൻസിന് മാത്രമല്ല, അത് സാലറി അതല്ല, ഇപ്പൊ എനിക്ക് വീട്, ഞാനിപ്പോ സിംഗിൾ മദറാണ്. മോനുണ്ട്. അപ്പൊ മോനെ വിട്ട് എനിക്ക് ദൂരെ പോയി ജോലി ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ അവനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. അത് എന്തെങ്കിലും കണ്ടീഷൻ നിങ്ങളിൽ ഉള്ളതുകൊണ്ടായിരിക്കും. നിങ്ങൾ ചുറ്റുവട്ടത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടണ്ടേ? ഇല്ല, അതല്ല, ഞാനൊരു പാർലറിൽ തന്നെ നിന്നത്. അപ്പൊ അവർക്ക് മറ്റേ ട്രെയിനീസ് ഇപ്പൊ ട്രെയിനീസിന് എടുത്തിട്ട് അവര് അങ്ങനെ വർക്ക് ചെയ്യിക്കുകയാണ്. അപ്പോൾ കുറച്ച് സാലറി അവർക്ക് കൊടുത്താൽ മതി. നോക്കൂ, നമ്മുടെ വെരി ഗുഡ്. എന്തായാലും പോകുന്ന സ്ഥലത്ത് പുതിയ ജോലിക്ക് ജോയിൻ ചെയ്യുക. എന്നിട്ട് നല്ലതായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കുക. കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ നന്നായിട്ട് മനസ്സിനെ പോസിറ്റീവ് ആക്കി നിർത്തുക. എന്നിട്ട് അടുത്ത തലങ്ങളിൽ ഏത് ജോലി വേണമെന്ന് ഫോക്കസ് ചെയ്യുക. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യുക കേട്ടോ. എല്ലാവിധ ആശംസകളും. അതുപോലെ മെഡിറ്റേറ്റ് ചെയ്യുക, നല്ല ഇമോഷണൽ ആവാതെ ജോലിയിൽ ഫോക്കസ് ചെയ്യുക. കൂടുതൽ ഉയരാൻ തയ്യാറാവും കേട്ടോ. ഓക്കെ, താങ്ക് യു. 2020 മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം എല്ലാ ദിവസവും പണം വരുന്നുണ്ട്. സുഷ്മാജി, വെരി ഗുഡ്. പറഞ്ഞു നിഖില. പോയോ? ഓ സോറി, നിഖില അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ഞാൻ അൺമ്യൂട്ട് ഓപ്ഷൻ എല്ലാവർക്കും തന്നെ എല്ലാവരും ഒച്ച ഉണ്ടാക്കും. നമ്മൾ ബിസിനസ് ക്ലാസ് ചെയ്യാനുണ്ട്. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞോളൂ നിഖില. ഓക്കെ, സൂരജ സജു. സാർ, എനിക്കൊരു സംശയമുള്ളതേ, 2020 മെഡിറ്റേഷനിൽ എനിക്ക് ചേരണമെന്നുണ്ട്. പക്ഷെ 10 മണിക്കല്ലേ തുടങ്ങുള്ളൂ. അപ്പൊ എനിക്ക് 9 മണിക്ക് ഉറങ്ങണം സാർ. അത് അക്യുപഞ്ചറിന്റെ ചികിത്സ ഉള്ള കാരണം കറക്റ്റ് ആയിട്ട് 9 മണിക്ക് 6 കൊല്ലമായിട്ട് ഞാൻ അങ്ങനെ ഉറങ്ങണതാ. അപ്പൊ എനിക്കൊന്ന് ചേരാനായിട്ട് എന്ത് ചെയ്യും സാർ? എന്താ പറയാ, ചോദ്യം പാസ് ചെയ്തിരിക്കുന്നു. അടുത്ത ആളിന് ഉത്തരം പറയും. എനിക്ക് പറയാൻ ഒരു ഉത്തരവില്ല. ചോദ്യം പാസ്. നെക്സ്റ്റ് നിഖില. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ എന്തായാലും ഉത്തരം പറയേണ്ടത്? ഹസ്ബൻഡ് ലീവിന് വന്നിട്ടുണ്ടായിരുന്നു സാർ, സാറിനെ ഒന്ന് പരിചയപ്പെടുത്താനായിരുന്നു. വെരി ഗുഡ്. ഹസ്ബൻഡ് ലീവ് ആകുന്ന ഹസ്ബൻഡ് ഒന്ന് അടിച്ചു പൊളിക്കൂ നിങ്ങൾ രണ്ടുപേരും കൂടി. എവിടെയാണ്? നമസ്കാരം. നമസ്കാരം സാർ, പറയൂ സാർ. നമസ്കാരം. ഖത്തറിലല്ലേ? എത്ര ദിവസത്തെ ലീവ്? ഒരു 1 മന്ത്.
അടിപൊളി. നല്ല ഞാൻ സന്തോഷം. 1 to 1 ടെക്നിക്കൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം പറയാറുണ്ട്. ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. 1 to 1 ഒക്കെ ഞാനും റിസൾട്ട് എടുക്കൂ. റിസൾട്ട് എടുക്കുന്ന ഒരു കാര്യം ചേർത്ത് വരെ 1 മാസം ലീവല്ലേ, ശരിക്കും നന്നായിട്ടൊന്ന് ജീവിതം സന്തോഷപൂർവ്വം ആസ്വദിക്കും. പ്രവാസിയുടെ ആ ജീവിതം ഓക്കെ താങ്ക് യു ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് 1 to 1 ഒക്കെ ഉപയോഗിച്ച് രാവിലെ മുതൽ 2 പേരും അങ്ങ് ഇറങ്ങുക എല്ലാ കാര്യങ്ങൾക്കും. സന്തോഷപൂർവ്വം ഓക്കെ ജീവിതം ഓക്കെ നടക്കട്ടെ. ഓക്കെ താങ്ക് യു Thank you. സാർ ഒരു കാര്യം Thank ആ you. കല്ലിന്റെ അത് ചെയ്തില്ലേ, ആ കല്ലിന്റെ വെച്ചിട്ട് ആ. കല്ലി ആ അത് ചെയ്തിട്ട് ആ കല്ലിന് ഭയങ്കര വൈബ്രേഷൻ വന്നിരുന്നു സാറേ. അത് ശരീരത്തിൽ നിന്ന് വിട്ടു പോകില്ല. ശരിക്കും എനിക്ക് നല്ലതായിട്ട് ഇതായത് അതാണ്, നന്നായിട്ട് പ്രോസസ്സിങ് നടക്കുന്നത് അതാണ്. കല്ല് ശരീരത്തിൽ നിന്ന് കിട്ടൂല, കയ്യിൽ തന്നെ ഉറക്കത്തിലാണെങ്കിലും കയ്യിൽ നിന്ന് കിട്ടൂല. അതെങ്ങനെ ഉണ്ടാകുമോ സാർ? എന്താണ് അതിന്റെ? നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനും ഈ കാര്യം, ഞാൻ പലവട്ടം ഈ കല്ല് ഇവിടുന്ന് മാറ്റി വെച്ചു എന്റെ ടേബിളിൽ നിന്ന്. പോകൂല. കറങ്ങി തിരിച്ചത് ഇവിടെ തന്നെ വരുന്നു. ഇതെന്ത് ഞാൻ പക്ഷെ ഭയങ്കര ഇപ്പൊ ഞാൻ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇത് ആരാ തന്നെനിക്കത്? തിരുവനന്തപുരം പ്രോഗ്രാം ആരാ തന്നത്? കുമാർ. രണ്ട് കല്ല് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. സാറേ ഉറക്കത്തിന് കയ്യിൽ നിന്ന് പോവുകയല്ല, ഉറക്കത്തിന് കൈ തന്നെ ഇരിക്കും, ഉറങ്ങിട്ട് കേൾക്കുമ്പോൾ കൈ തന്നെ ഇരിക്കും. ശരിയാ. ഭയങ്കര പ്രശ്നമാണ് സാധനത്തിന്, ഭയങ്കര പ്രശ്നം. ആ പ്രൊസീജർ കയ്യിലുണ്ട്, ഞങ്ങളൊക്കെ കയ്യിലും ഈ സാധനം. ഒരു ഡയമണ്ടിനേക്കാളും വിലയാണ് ഈ സാധനത്തിന്. സത്യമാണ് സാർ, സത്യം. റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ഓക്കെ ശരി. അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാൻ, എന്നാ പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. സാർ എനിക്കൊരു കാര്യം ചോദിക്കാം. ആ പറഞ്ഞു. അല്ല സാറേ, ഞാൻ ആ മെഡിറ്റേഷന്റെ ഒരു വീഡിയോ ഇട്ടെന്നില്ലേ, സാറിന് അത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാൻ. എന്റെ കുഞ്ഞു മക്കളല്ലേ, ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമോ? ഞാനിങ്ങനെ കുറെ നേരം ഇരുന്ന്, സമയം കിട്ടിയില്ല അതുകൊണ്ട്, പക്ഷെ അതൊന്ന് കുറെ നേരം ഇരുന്ന് ആയിട്ട് ഞാൻ അന്നേരം തന്നെ നമ്മുടെ അഡ്മിൻസ് എല്ലാവർക്കും അയച്ചു കൊടുത്ത് കാണുമോ നമ്മുടെ ആ മക്കളെ അത് നിഷ്കളങ്കയായിട്ട് അതിന്റെ ഇടയിൽ ഒരുത്തന്നെ കാണിക്കുന്നത് അവനിങ്ങനെ കണ്ണ് ഇങ്ങനെ ആക്കുന്നത്, കണ്ണടക്കുക തുറക്കുകയും ചെയ്യുമ്പോൾ എന്തൊരു നിഷ്കളങ്കരായ പിള്ളേരാന്നറിയാം. അതൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യും. വേറെ മെഡിറ്റേഷൻ പ്രിപ്പയർ തരാം അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിൽ മെഡിറ്റേഷൻ സമയം എടുത്ത് ഉണ്ടാക്കി തരാം. നല്ല പിള്ളേർ ഇങ്ങനെയുള്ള കുട്ടികളെ അങ്ങനെയൊക്കെ പഠിപ്പിച്ചെടുക്കുമ്പോൾ അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. അത് നന്നായിട്ട് മാറട്ടെ, അവരങ്ങനെ ഉണ്ടാവട്ടെ കേട്ടോ. ടീച്ചർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ടീച്ചർ ഇനി വലിയ ക്ലാസ്സിൽ പോകട്ടോ. താങ്ക് യു സാർ. സാർ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പൊ ഇന്നത്തെ സാറിന്റെ ക്ലാസ് കേട്ടപ്പോഴേ, അപ്പോൾ ഞാൻ ഡെയിലി അഫർമേഷൻ എഴുതുന്നത് ഞാൻ സമ്പന്നയാണ് പറഞ്ഞിട്ട് ഞാൻ എഴുതാറുണ്ട്, അതുപോലെ അഫർമേഷൻ ചെയ്യാറുണ്ട്. ഇപ്പൊ ഇന്നലെ കോടതി വിധി വന്നപ്പോ ഞങ്ങൾക്ക് കിട്ടാനുള്ള അരിയർ കേട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയിരിക്കുക. 31 ലക്ഷം രൂപ കിട്ടാനുണ്ട്. അപ്പൊ ഈ ഗ്രൂപ്പിൽ ഇപ്പൊ സാറ് പറയുന്ന പോലെ കിട്ടുമോ കിട്ടില്ലേ അങ്ങനെ കുറെ സംശയങ്ങളുണ്ട്, കുറെ പേര് വരും. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ലാതെ ഇനി കിട്ടുമോ കിട്ടില്ലേ, കാരണം അത് മാത്രം വിചാരിച്ചിട്ട്, എന്തായാലും കോടതിന്റെ ഒരു വിധി വന്നതല്ലേ, നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴായാലും അത് കിട്ടി എന്ന് മാത്രം വിചാരിക്കാതെ ഞാൻ പറയുകയും ചെയ്തു. അതിനൊന്നും വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല, അത് നിങ്ങളിൽ വന്നേ പറ്റുള്ളൂ. അത് വരിക തന്നെ. ഇതൊക്കെ ഗവൺമെന്റ് സിസ്റ്റം ഒന്നും പിന്നെ ആർക്കും വ്യക്തിപരമായിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ, അതൊക്കെ വന്നോളൂ കേട്ടോ. കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ആ കാശ്. നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കാശ് ഫിക്സഡ് ഡെപ്പോസിറ്റ് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള വിഡ്രോ ചെയ്താൽ അതെ, ഓക്കെ. അങ്ങനെ തന്നെ സാർ. സാറിന്റെ ക്ലാസ് കേട്ടോടനെ ഞാൻ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നത്. ശരി, താങ്ക് യു സാർ. ഓക്കെ. അപ്പൊ വരികയാണെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ആൾ.